أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي علم القرآن خلق الإنسان وعلمه البيان وفضل حبيبه على الرسل بإنزال القرآن وشرفه على سائر الأمم بتلاوة القرآن وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله. اللهم يا واجب الوجود ويا واهب الخير والجود أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك يا سيدنا يا رسول الله. صلى الله وسلم عليك يا نبينا يا حبيب الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهادي وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. صدق الله صدق الله المولانا الذي قال نبينا وحبيبنا محمد صلى الله عليه وسلم الدنيا حلوة خضراء وإن الله مستخلفكم فيها فينظر كيف تعملون. فاتقوا الدنيا واتقوا النساء فإن أول فتنة بني إسرائيل كانت من النساء.
صدق رسوله النبي المصطفى الأمين صلى الله وسلم عليه وعلى آله وصحبه وأزواجه وذرياته أفضل الصلوات وأزكى التسليم. بكيت على شباب بدمع عيني فلم يغن البكاء ولا النهيبا ويا أسفا أسفت على شبابي دعاء الشيب والرأس الخليب يا سيد السادات جئتك قاصدا أرجو هماك فلا تخيب مقصدي وعلى سيدنا محمد. ഉടയോന്റെ അമറാലെ അന്ന് മറിയുള്ള അന്യരാം ഭവിക്കര വലിയുള്ളവേ ഖല്ലാക്കിൻ മുറയെല്ലാം വാരി പുണർന്നൂരേ മുത്തായ മഹനീയ വലിയുള്ളവേ ഉടയോന്റെ അമറാലെ അന്ന് മറിന്തുള്ള വന്യരാം ഭവിക്കര വലിയുള്ളവേ ഖല്ലാക്കിൻ മുറയെല്ലാം വാരി പുണർന്നൂരേ മുത്തായ മഹനീയ വലിയുള്ളവേ അമ്പവനിമ്പുകൾ മുറുകി പിടിച്ച പുണ്യമഹനീ വലിയുള്ള ഖാലിഖിനമറാലൈശനയിച്ച മാതൃക പൂവേ റളിയല്ല അമ്പവനിമ്പുകൾ മുറുകി പിടിച്ച പുണ്യമഹനീ വലിയുള്ള ഖാലിഖിനമറാലൈശനയിച്ച മാതൃക പൂവേ റളിയല്ല പുണ്യ ഇബാദത്താളുകളായി അന്ന് മറയുന്ന ഹബീബുല്ലാഹ് സുഹുദിന്നമരക്കാരുണവാനായി ഇതിന് ലഭിച്ച താജുല്ലാഹ് മുത്തേ ഖല്ലാക്കിൻ ഒളിവാത്സത്തെ ഈ ബലദിയായേ ഉടയോന്റെ അമറാലെ അന്ന് മറയുന്നുള്ള വന്യരാം ഭവിക്കര വലിയുള്ളവേ ഖല്ലാക്കിൻ മുറയെല്ലാം വാരി പുണർന്നൂരേ മുത്തായ മഹനീയ വലിയുള്ളവേ ആദിപതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നണഞ്ഞുള്ള നൂറുള്ള മാനവ സമുദായത്തിന് മുമ്പ് ശീർഷിക കാട്ടിയ കനിയുള്ള ആദിപതിറ്റാണ്ടുകൾക്ക് മുമ്പ് വന്നണഞ്ഞുള്ള നൂറുള്ള മാനവ സമുദായത്തിന് മുമ്പ് ശീർഷിക കാട്ടിയ കനിയുള്ള സർവരിലഭയം ശാന്തി പകർന്ന പുണ്യ ഹബീബേ റളിയല്ലാഹ് ജാതിയെ തോൽപ്പിച്ച ജബ് പരത്തിയ പുണ്യ വലിയ ഹബീബുല്ലാഹ് എന്നും മാലോരികൾ കനലായി മിന്നും ഉടയോന്റെ സിറാജേ ഉടയോന്റെ അമറാലെ അന്ന് മറിന്തുള്ള വന്യരാം ഭാവിക്കര വലിയുള്ളവേ ഖല്ലാക്കിൻ മുറയെല്ലാം വാരി പുണർന്നോരേ മുത്തായ മഹനീയ വലിയുള്ളവേ അനവധി കശ്ഫ് കറാമത്തുകളാൽ മശ്ഹൂറായ വലിയുള്ള
അജബുകളായിരം കാട്ടിക്കൊടുത്ത പാപിക്കര് വലിയുള്ള അനവധി കശ്ഫ് കറാമത്തുകളാൽ മശ്ഹൂറായ റളിയല്ലാഹ് അജബുകളായിരം കാട്ടിക്കൊടുത്ത പാപിക്കര് വലിയുള്ള അനവധി നിരവധി കശ്ഫുകളാലെ പാവനമായ കനിയുള്ള റാഹിമിൻ പ്രീതി പൊരുത്തവും നേടിയ ഈ ബലദിന്റെ നിയാഉല്ലാഹ് എന്നും ഉടയോനിലായി മിന്നും ഉടയോന്റെ ഹബീബേ ഉടയോന്റെ അമറാലെ അന്ന് മറൈന്നുള്ള വന്യരാം ഭാവിക്കര് വലിയുള്ളാഹേ എല്ലാരെല്ലാം മാറി പുണർന്നോരേ മുത്തായ മഹനീയ റളിയല്ലാഹു ഉടയോന്റെ അമറാലെ അന്ന് മറൈന്നുള്ള വന്യരാം ഭാവിക്കര വലിയുള്ളാഹു എല്ലാരെല്ലാം മാറി പുണർന്നോരേ മുത്തായ മഹനീയ വലിയുള്ളാഹു ഈ പരിശുദ്ധ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആദരണീയരായ ഷാഫി ഹാജി അവറുകളെ അതുപോലെ ഈ പരിശുദ്ധ മഹല്ലത്തിന്റെ ദീനീ പ്രവർത്തനങ്ങളിൽ ഇവിടെ എന്നല്ല ഏത് മഹല്ലകളിൽ പോയാൽ കരുത്തോടുകൂടെ ആർജവത്തോടുകൂടെ ഹക്ക് തുറന്ന് പടച്ചവന്റെ ദീന് പറയാൻ വേണ്ടി വിധിക്കപ്പെട്ട ഈ മഹല്ലത്തിന്റെ വിപ്ലവത്തിന് കാരണക്കാരനായി ഈ പരിശുദ്ധ വേദി ഇന്ന് സംഘടിപ്പിക്കാൻ തന്നെ ഒരുപക്ഷ കാരണക്കാരനായ ഭിന്നിച്ചു നിൽക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയ ഈ പരിശുദ്ധ മഹല്ലത്തിന്റെ സമുന്നതമായ നേതൃത്വം അൽ ഇഹ്സാൻ എന്ന് പറയുന്ന പരമോന്നത പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ മാർഗദർശി ഈ മഹല്ലത്തിന്റെ പല വിപ്ലവങ്ങൾക്കും കാരണക്കാരനായ ആദരണീയരായ ഇവിടുത്തെ ഖതീബ് ഉസ്താദ് വിശേഷന്റെ അനുജനും കൂടിയായ സിദ്ദീഖ് ഫൈസി ഉസ്താദ് അവറുകൾ അതുപോലെ ഈ പരിശുദ്ധ വേദിയെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ 7-8 വർഷങ്ങളോളമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനി വിജ്ഞാന മണിമുത്തുകൾ നമ്മുടെ തൊട്ടടുത്ത മഹല്ലത്തിൽ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കേവർക്കും സുപരിചിതനും പ്രഗൽഭ പണ്ഡിതനും കൂടിയായ ആദരണീയരായ അബ്ദുൽ ബാരി ബാഖവി ഉസ്താദ് അവറുകളെ അതുപോലെ ഈ പരിശുദ്ധ വേദിയിലുള്ള ഈ മഹല്ലത്തിന്റെ മദ്രസാ പ്രസ്ഥാനത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ തുണക്കൂട്ടന്മാരെ സമുദായത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സൗമ്യ സ്വഭാവത്തിന്റെ വ്യക്തിത്വമായ ഇവിടത്തെ പ്രിയപ്പെട്ട സദർ ഉസ്താദ് അതുപോലെ വേദിയിലുള്ള നമ്മുടെ മഹല്ലത്തിൽ ഒരുപാട് വർഷങ്ങളായി അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് അവറുകളെ അതുപോലെ ഈ മഹല്ലത്തിന്റെ കാരണവരും എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടെ നിരസാന്നിധ്യമായ ആദരണീയരായ മുഖ്യ അഹമ്മദ് ആജി അവറുകളെ അതുപോലെ പ്രിയങ്കരനായ സുഹൃത്തി മഹല്ലത്തിലെ ഉസ്താദ് ആദരണീയരായ ശംസുദ്ദീൻ ഹിമമി ഉസ്താദ് അവറുകളെ
അതുപോലെ സദസ്സിലുള്ള നേതാക്കളെ, കാരണവന്മാരെ, ഉമ്മപ്പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, വിശിഷ്ട എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ഖബർസ്ഥാനിലേക്ക് സലാം പറഞ്ഞവരുണ്ടല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ പരിശുദ്ധ സംഗമം നാളെ പാരത്രിക ലോകത്ത് ഉപകരിക്കുന്നവരെ മുതൽക്കൂട്ടാക്കി നമ്മെന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അവന്റെ പൊരുത്തത്തിലായി മുന്നോട്ട് നയിച്ച് മരണം ഖൈറാകുന്ന വേളയെ കലിമ ചൊല്ലി ഈമാനോടുകൂടെ പുഞ്ചിരിയോടുകൂടെ നാഥന്റെ കോടതിയിലേക്ക് മടങ്ങാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. വിശിഷ്യ നാം പറയുന്ന ഇൽമിന്റെ വിദിർ സവാബുകൾ ഈ പരിശുദ്ധ പള്ളിചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾക്കുള്ള മണ്ണറ കൊള്ളെത്തിച്ചു കൊടുത്തവരുടെ മണ്ണറയെ അല്ലാഹു മണിയറയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ സ്വർഗ്ഗലോകത്ത് അവരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകട്ടെ. ഈ വാക്കൾ ആ റോട്ടിൽ നിൽക്കുന്നതിനേക്കാളും ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സദസ്സാണെന്നതിന്റെ പേരിൽ പറയാണ്. സദസ്സിൽ വന്ന് ആ സദസ്സിന്റെ മനോഹാരിതയ്ക്ക് ഒരു ഭംഗം വരുത്താത്ത രീതിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സഹകരിച്ചിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ആദരണീയരായ ഇവിടുത്തെ ഫൈസി ഉസ്താദ് പറഞ്ഞത് 7 മണിക്ക് തന്നെ തുടങ്ങും, 5:30 മണിക്ക് തന്നെ എത്തിക്കൊള്ളണം. ഞാൻ നാട്ടിൽ ഇന്നലെ റെസ്റ്റിലായിരുന്നു. ഇതെല്ലാം പഠിച്ചിട്ട് അങ്ങനെ അവസാനം എത്തി. സുബ്ഹാനല്ലാഹ്, ഇവിടെ വന്നിട്ട് അവരൊക്കെ പുറക്ക് പോയപ്പോ പർച്ചേസിന് പോയതുപോലെ ഉണ്ടായി. അവിടെ ഒരുപാട് സുബ്ഹാനല്ലാഹ് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ പരിപാടി തുടങ്ങുമ്പോൾ ഏകദേശം സാധാരണ നിർത്താറാവുന്ന സമയത്താണ് ഈ ഭാഗത്ത് കഴിഞ്ഞ വർഷം ഹോട്ടലിൽ വന്നിരുന്നു. ഞാൻ വിചാരിച്ചു ഉപ്പർ എന്ത് പറഞ്ഞാലും ഉപ്പർക്ക് ആദ്യത്തെ പരിചയമാണെങ്കിലും എനിക്കറിയാം ഇവിടുത്തെ സ്വഭാവം. അപ്പൊ എന്തായാലും 9:10 മണിയാവും. ഞാൻ പറഞ്ഞു അല്ല പെട്ടെന്ന് തുടങ്ങും, പെട്ടെന്ന് വരും. പിന്നെ 5 എന്താ പറയാ. പിന്നെ അങ്ങനെ ഓടിക്കൊണ്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വന്നപ്പോ 9 മണി എന്തായാലും തുടങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ സൗകര്യം പോലെ, നിങ്ങളുടെ ആവേശം പോലെ എത്ര നേരം നിങ്ങൾ നിൽക്കുമോ അത്ര നേരം ഇൻഷാ അല്ലാഹ്, ഒരുപാട് നേരമല്ല, ഒരു 2 മണിക്കൂറിന്റെ ഉള്ളറയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒതുക്കി അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് അൽ ഇഹ്സാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഭാവിക്കരയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മതപ്രഭാഷണമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട നിങ്ങളുടെ നേതൃത്വമാകുന്ന ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് സംഘടനയില്ലാതെ, രാഷ്ട്രീയമില്ലാതെ, പാർട്ടികളില്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനാണ് വലുത്, അല്ലാഹുവാണ് വലുത്, നാട്ടിന്റെ ഐക്യമാണ് വലുത് എന്ന് രൂപീകരിക്കപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായ ഒരു കൂട്ടം യുവാക്കളുടെ പരിശ്രമമാണ് അൽ ഇഹ്സാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഈ പരിശുദ്ധ ഇവിടത്തെ യുവാക്കൾ ഇങ്ങനെയുള്ള വേദി ആദ്യമായി സംഘടിപ്പിക്കുന്നു എന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. ഇന്ന് പല വേദികളും എന്റെ പ്രിയപ്പെട്ടവരെ പല സംഘടനകളും രൂപീകരിച്ച് ആ സംഘടനക്കുള്ളുണ്ടാക്കുന്ന നേട്ടം ഒന്ന് മാത്രമാണ്. ഒന്നിരിക്കലോ ഫുട്ബോൾ കളി, അല്ലെങ്കിൽ ഫ്ലഡ് ലൈറ്റിന്റെ താഴ്വരയുള്ള ക്രിക്കറ്റ് കളി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുള്ള കളികളോ വിനോദങ്ങളോ തമാശകൾക്ക് വേണ്ടി ഒരുപാട് സംഘടനകൾ ഇന്ന് അധപ്പതനത്തിന്റെ ആഴങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സംഘടനയെല്ലാം ഈ പരിശുദ്ധ അൽ ഇഹ്സാൻ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ള സന്തോഷം ഈ പരിശുദ്ധ മഹാന്റെ മുൻനിർത്തി നിങ്ങളോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും നിങ്ങൾ ധന്യരിൽ വെച്ച് ധന്യരാണ്. നിങ്ങളുടെ മദ്രസകളിൽ നിന്ന് പഠിച്ച, നിങ്ങളുടെ പരിശുദ്ധ നാണയത്തുട്ടുകളിൽ നിന്ന് മാതാപിതാക്കളുടെ വിരൽ തുമ്പ് പിടിച്ച് പരിശുദ്ധ മദ്രസയിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം പൂർവ്വ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പഠിപ്പിച്ച നിങ്ങൾക്ക് തന്നെ അവർ ഇൽമി പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നാട്ടിന്റെ അഭിമാനത്തിനും ഐക്യത്തിനും ഉതകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണെന്ന് സാന്ദർഭികമായും സൂചിപ്പിക്കുകയാണ്. ഈ സമയത്ത് നാം അഭിമാനം കൊള്ളേണ്ടവരാണ്. അൽ ഇഹ്സാൻ എന്ന് പറയുന്ന ഈ മനോഹരമായ സംഘടന എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടത്തിയ നബിദിന പരിപാടിയിൽ എനിക്ക് സിദ്ദീഖ് ഫൈസി ഉസ്താദ് പറഞ്ഞപ്പോൾ കേൾക്കാൻ സാധിച്ചതാണ്. മനോഹരമായി ഇവിടെ പരിപാടി നടത്തപ്പെടുകയും പല ദിക്കുകളിൽ നിന്ന് ജനസാഗരം ഒഴുകിയെത്തി
ഈ നാടിനെ അഭിനന്ദിക്കാൻ കാരണം ഇവിടുത്തെ യുവാക്കളാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഐക്യത്തെ ഏത് ഇബ്ലീസിന്റെ അമ്പുകൾ ഈ പരിശുദ്ധ സംഘടനയ്ക്കെതിരായി വന്നാലും പിശാചിന്റെ മക്കള് കടന്നു വന്നാലും അല്ലാഹു അവരെ പരാജയപ്പെടുത്തി ഖിയാമത്ത് നാൾ വരെ ഐക്യത്തോടുകൂടെ ആർജവത്തോടുകൂടെ പടച്ചവന്റെ ദീനിന് വേണ്ടി നിലകൊള്ളാനുള്ള ഭാഗ്യം ഇവിടുത്തെ യുവാക്കൾക്കും ഈ കൂട്ടായ്മയിലായ ഖിയാമത്ത് നാളെ വരെ മുന്നേറുന്നവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. ഇന്ന് ന്യൂ ഇയറിന്റെ രാത്രി നമ്മുടെ ഭാഗങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് അല്ലേ കള്ളുകുപ്പി പൊട്ടിക്കലും വയസ്സങ്കാക്കായ കത്തിക്കലും അല്ലേ സുബ്ഹാനല്ലാഹ്. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് ന്യൂ ഇയർ പ്രഭാഷണം ഏകദേശം മറ്റേ വടകര ഭാഗത്തായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ പ്രഭാഷണം നടത്തി 11:50 പ്രഭാഷണം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ അവിടെ ഇരുന്നിരുന്ന യുവാക്കൾ തന്നെ ഒരു ഉപ്പാപ്പയെ കത്തിച്ച് എന്റെ മുമ്പിൽ തന്നെ അവരുടെ ആർജവം പ്രകടിപ്പിച്ചു. ന്യൂ ഇയർ നമ്മൾ ആഘോഷിക്കില്ല എന്ന് അവിടെ നിന്ന് വിശ്വാസത്തോടുകൂടെ ഉറപ്പു തന്നു പോയി യുവാക്കൾ ഇങ്ങനെയുള്ള മോശപ്പെട്ട പ്രവണത നമ്മുടെ സമുദായത്തിൽ നിന്ന് കടന്നുകൂടുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ന്യൂ ഇയർ ഇല്ല. ന്യൂ ഇയർ നമുക്കുള്ളതല്ല, അത് ആരുണ്ടാക്കിയതാണ്, പാശ്ചാത്യ സംസ്കാരമാണ്. ആ പരിശുദ്ധ ദിനം കടന്നു വരുമ്പോ എന്തായാലും ഒരു പുതുവത്സരം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യുവാക്കൾ അങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങളിലേക്ക് കടന്നു പോകാതെ ഇങ്ങനെയുള്ള വേദി സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ അവർക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എന്റെ വിഷയം മാറ്റിവെക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് പറയുവാനും അതിലുപരി ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനുമുള്ള ഭാഗ്യം നമുക്ക് അല്ലാഹു നൽകട്ടെ എന്ന് നാമകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വിഷയത്തിലോട്ട് ഞാൻ കടക്കുകയാണ്. യുവാക്കളും ധാർമ്മികതയും അഥവാ വഴിതെറ്റുന്ന ഇന്നത്തെ യുവതലമുറ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, മനുഷ്യജീവിതം 5 ഘട്ടങ്ങളിലായി കടന്നു പോവുകയാണ്. ശൈശവം, ബാല്യം, കൗമാരം, വാർദ്ധക്യം. എന്നാൽ ഈ 5 ഘട്ടങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഘട്ടം യൗവനം തന്നെയാണ്. 5 ഘട്ടങ്ങളിലായി മനുഷ്യന്റെ ജീവിതം കടന്നു പോകുമ്പോ പ്രധാനപ്പെട്ട ഘട്ടം യൗവനം തന്നെയാണെന്ന് പറയുമ്പോ ആ യൗവനത്തെ പടച്ചവന്റെ പ്രീതിയിലാക്കാൻ വേണ്ടി ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, സലാത്തിന്റെ വീര്യം കുറഞ്ഞു പോകരുത്, മസ്ജിദുൻ നബവിയുടെ മണവാളൻ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ഇന്ന് ലോകത്തിന്റെ ഏത് ദിക്കുകളിലും അക്രമവും അനാചാരവും അനാശാസ്ത്രതയും നടന്നുപോയാലും അതിന്റെ എല്ലാം മറവിൽ പത്രമാധ്യമം എടുത്തു നോക്കിയാൽ നെഞ്ചു വിരിച്ച് പുഞ്ചിരിയോട് കൂടെ നിൽക്കുന്നത് 20-ന്റെയും 25-ന്റെയും 30-ന്റെയും അകത്തളത്തുള്ള ചെറുപ്പക്കാരാണെന്ന് പറയുമ്പോ പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ദുനിയാവിന്റെ മോഹവലയിൽ കീഴടങ്ങിപ്പോയപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത ആരോഗ്യം കൊണ്ട്, അല്ലാഹു കൊടുത്ത പണം കൊണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത സർവ്വ അനുഗ്രഹങ്ങളെയും കൈനീട്ടി വാങ്ങി ഇന്നത്തെ യുവാക്കൾ സർവ്വവിധ തമ്മാടിത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ കാരണം കൗമാരപ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച ആശയാദർശത്തിലൂടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാത്തതിന്റെ കാരണമെന്താ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മസ്ജിദുൻ നബവിയുടെ മണവറയിൽ അന്തിയുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് ശഫീഉൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അശ്ശബാബു ശുഅബത്തു മിനൽ ജുനൂൻ. യൗവനം എന്ന് പറഞ്ഞാൽ അത് ഭ്രാന്തിന്റെ ഘട്ടം. ഒരുപാട് വയസ്സുള്ള ആൾ ഇതിലുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയും, നിങ്ങളുടെ യൗവനം എങ്ങനെയായിരുന്നു ഉസ്താദേ? ഉസ്താദേ, അല്ലാഹു അതൊന്നും മടങ്ങി വന്നിരുന്നുവെങ്കിൽ ഞാൻ പണം കൊടുത്തു വാങ്ങായിരുന്നു, അടിച്ചു പൊളിച്ചില്ല ഉസ്താദേ നിങ്ങൾ. കാരണം എന്തേ? യൗവനം എന്ന് പറഞ്ഞാൽ യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാരനിക്ക് താനെന്ത് ചെയ്യണമെന്നും താനെന്ത് ചെയ്യുന്നതെന്നും അറിയാതിരിക്കുന്നത് അത് ഭ്രാന്തിന്റെ ഘട്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഭ്രാന്തന്മാരെ പോലെയാണ് യൗവനം എന്ന് പറഞ്ഞാൽ. കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കലോടുകൂടെ അതൊരു ഭ്രാന്തിന്റെ ഘട്ടമായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഭ്രാന്തന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയോ? അതുകൊണ്ടാണ് ആ ഭ്രാന്തിന്റെ ഘട്ടം പോലെയാണ് യൗവനം എന്നതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യുവാക്കൾ സർവ്വവിധ തമ്മാടിത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് അതിനുള്ള പരിഹാരം പറയാം. യൗവനത്തിന്റെ മഹത്വങ്ങളെ കേൾക്കാൻ വേണ്ടി വന്ന എന്റെ ഭാവിക്കരയിലെ മുസ്ലിമേ, അള്ളാഹുവിന്റെ മനോഹരമായ പരിശുദ്ധ ലോകത്തേക്ക് അള്ളാഹുവിന്റെ വെളിയാളം കേട്ട് നാളെ നീ കടന്നുപോയാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, നാളെ മഹ്ശറ മുറ്റത്തേക്ക് നീ കടന്നു ചെല്ലുമ്പോ 4 കാര്യങ്ങളെ ചോദിക്കാതെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നീ എടുത്തു വെച്ച കാല് ഒരിഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കാത്ത അവസരം അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന് പറയുകയാണ്. ആ 4 കാര്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യമേതാ? അള്ളാന്റെ മഹ്ശറയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ 4 കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ചോദിക്കാതെ ഒരിഞ്ച് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ആ 4 കാര്യങ്ങളിൽ വെച്ച് അതിപ്രധാനമായ കാര്യം നിന്റെ യൗവനത്തെ നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ മനോഹരമായ ലോകത്തേക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ വെളിയാളം കേട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കടന്നുപോയാൽ അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകന് പറയുകയാണ്, ഒരു ചാണുകളിൽ ഉദിക്കുന്ന ചുട്ടുവെള്ളുന്ന സൂര്യന്റെ താഴ്വരയിൽ ചില ആളുകൾ മുട്ടുവരെ, ചില ആളുകൾ ഊരവരെ, ചില ആളുകൾ നെഞ്ചുവരെ, ചില ആളുകൾ ശരീരം മുഴുവനും വിയർപ്പാകുന്ന ജലസാഗരത്തിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പരമോന്നതമായ ലോകത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലിട്ട് കൊടുക്കുകയാ, അല്ലാഹുവിന്റെ എയർ കണ്ടീഷൻ ഇട്ട് കൊടുക്കുകയാ. എന്നാൽ ആ 7 വിഭാഗത്തിൽ വെച്ച് പ്രധാനപ്പെട്ട വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അല്ലാഹുവിന്റെ പ്രീതിയിലായി, അല്ലാഹുവിന്റെ പ്രേമത്തിലായി വളർന്നുപോയ ചെറുപ്പക്കാരനാണെന്ന് പറയുമ്പോ ഓരോ റമദാന് കടന്നു വരുമ്പോഴും ഞാനിന് കള്ളു കുടിക്കില്ല, ഞാനിന് പെണ്ണ് പിടിക്കില്ല, ഞാനിന് സിനിമ കാണില്ല, ഞാനിന് സീരിയൽ കാണില്ല, ഞാനിന് വ്യഭിചരിക്കില്ല, ഞാനിന് മോശത്തരങ്ങൾ ചെയ്യില്ല എന്ന നല്ല മനസ്ഥിതിയോടുകൂടെ എന്റെ ചെറുപ്പക്കാരാ പരിശുദ്ധ റമദാൻ മാസം തള്ളി നീക്കിയപ്പോ ചൊവ്വാലിന്റെ പിറപൊന്നുമ്പളി വാനത്ത് തെളിയലോടുകൂടെ കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് നടന്ന് മധ്യശിഖരത്തിന്റെ താരാട്ട് കേട്ട് നടക്കുന്ന ചെറുപ്പക്കാരാ, പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഉസ്താദേ. എത്ര പ്രഭാഷണങ്ങൾ കേട്ടാലും, എത്ര വാദുകൾ കേട്ടാലും, എത്ര ഇൽമിന്റെ സദസ്സുകളിൽ പോയിരുന്നാലും മാറ്റം വരുന്നില്ല ഉസ്താദേ, മാറാൻ കഴിയുന്നില്ല ഉസ്താദേ, നന്നാകാൻ കഴിയുന്നില്ല ഉസ്താദേ. ഒരുപാട് പ്രഭാഷണം കേട്ടു, ഒരുപാട് വയല് കേട്ടു, ഉസ്താദേ എനിക്ക് മാറാൻ കഴിയുന്നില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രഭാഷണം കൊണ്ടും ആ വയല് കൊണ്ടും ആ ക്ലാസ്സുകളെ കൊണ്ടും നമ്മൾ മാറ്റിയെടുത്തത് നമ്മുടെ രൂപഭാവങ്ങളെ മാത്രമാണ്. മറിച്ച് നമ്മുടെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തെ ഒരിക്കലും നമ്മൾ നന്നാക്കിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്. മാറാൻ കഴിയില്ല, നന്നാകാൻ കഴിയില്ല, മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു നടന്ന് കാട്ടറബികളുടെ ഇടയിൽ ജീവിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അയാൾ ഒരിക്കലും രക്ഷപ്പെടില്ല, അയാൾ ഒരിക്കലും നന്നാകില്ല, അയാൾ ഒരിക്കലും പച്ചപിടിക്കില്ല എന്ന് കരുതിപ്പോയി കാട്ടറബികളുടെ ഇടയിൽ ജീവിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അവരിൽ വെച്ച് പ്രധാനപ്പെട്ട ഒരാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മാറ്റത്തിന് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മൾ നന്നാവാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തെ പോലെ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഖത്താബിന്റെ വീട്ടിൽ വളർത്തുന്ന കഴുത മുസ്ലിമായി പോയാലും, ആ കഴുത നന്നായി പോയാലും ഉമർ മുസ്ലിമാകില്ല എന്ന് ലോക ചരിത്രം വിളിച്ചു പറഞ്ഞ, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ ശത്രുക്കളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ പരസ്യമായി കള്ളു കുടിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന, സർവ്വവിധ തമ്മാടിത്തനങ്ങളുടെയും രാജകുമാരനായി വളർന്നിരുന്ന, എന്തിനേറെ ചോരയുടെ മണം മാറാത്ത ആയിരക്കണക്കായ പെൺകുഞ്ഞുങ്ങളെ അറേബ്യയുടെ മരുഭൂമിയിൽ മണ്ണമാന്തി കുഴിച്ചു കൂടിയിരുന്ന കാലഘട്ടത്തില് ഏതെങ്കിലും ഒരു പിതാവിന് തന്റെ പൊന്നുമോളെ കുഴിച്ചു മൂടാൻ കഴിയുന്നില്ലെങ്കിൽ ആ പൊന്നുമോളോടുള്ള ഇഷ്ടം കൊണ്ട്, ആ പൊന്നുമോളോടുള്ള സ്നേഹം കൊണ്ട് ആ കുഴിച്ചു മൂടാൻ സാധിക്കാത്ത
കൊടുക്കാത്തതെങ്കിൽ ഇന്ന് കൊണ്ടുവരിക, ഞാൻ കുഴിച്ചു മൂടിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കായ പതിനായിരക്കണക്കായ പെൺകുഞ്ഞുങ്ങളെ കടുത്ത നിരക്ക് മണ്ണറയിലേക്ക് തള്ളിക്കളയാൻ ധൈര്യമുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരായിരുന്നു? ചെറുപ്പക്കാരാ, സർവ്വവിധ തമ്മാടിത്തനങ്ങളിലും ജീവിച്ചയാളാ. എന്തിനേറെ പരിശുദ്ധ റസൂലുള്ളാഹിന്റെ തലയെടുക്കുമെന്ന പ്രതിജ്ഞയോടുകൂടെ ഊരിപ്പിടിച്ച വാളുമായി കടന്നു വന്നപ്പോ മക്ക ഞെട്ടിപ്പോയ സംഭവമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. പിന്നീട് ആ റസൂലുള്ളാഹിന്റെ കാൽ കീഴിൽ വന്ന് ഷഹാദത്ത് പറഞ്ഞ് മുസ്ലിമായി പോയെങ്കിൽ മാറ്റം വന്നത് എവിടെയാ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയുടെ മനോഹരമായ വരികൾ കടന്നു ചെന്നത് എവിടെയാ? ഉമറിന്റെ മനോമുഖരത്തേക്കാട് പരിശുദ്ധ റമദാൻ മാസത്തിൽ ഖുർആൻ ഓതിയ എന്റെ ഭാവിക്കരയിലെ മുസ്ലിം ചെറുപ്പക്കാരാ, ആ ഖുർആൻ നിന്റെ ചുണ്ടിൽ നിന്ന് നാവിൽ നിന്ന് നെഞ്ചകത്തിന്റെ ഉള്ളറയുടെ അകത്തളത്തേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ? ആ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാരാ, നമ്മെ കൊണ്ട് മോശത്തരങ്ങൾ ചെയ്യാൻ കഴിയില്ല, വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ കഴിയില്ല, അടിഞ്ഞാട്ടങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദുനിയാവിൽ കള്ളുപിടിക്കാൻ കഞ്ചാവടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ആദ്യമായി നന്നാക്കേണ്ടത് ന്യൂ ഇയർ കടന്നു വരുമ്പോ ഒന്നുപോലെ ഒരു മനസ്സെടുത്തോ, നിന്റെ തലമുടിയല്ല, നിന്റെ പരിശുദ്ധ മസിൽവറല്ല, പെങ്ങളെ നിന്റെ കാർക്കൂന്തലല്ല, മറിച്ച് ഹൃദയമാണ്, ഹൃദയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാ, ഓരോ ചെറുപ്പക്കാരൻ നല്ല ലോകത്തിലുള്ള മുസ്ലിമല്ല, ഓരോരോ മനുഷ്യനും ഇനിയാവിൽ തെറ്റ് ചെയ്യുമ്പോ, കുറ്റങ്ങൾ ചെയ്യുമ്പോ, മോശത്തരങ്ങൾ ചെയ്യുമ്പോ, വേണ്ടാത്തരങ്ങളിലൂടെ കഴിഞ്ഞു കിടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൽ ഖുലൂബ തസ്തൗ കമാ യസ്തഉൽ ഹദീദ്, എല്ലുകൊണ്ട് മുതിയപ്പെട്ട ഹൃദയാന്തരാളത്തിന്റെ ഉള്ളറയിൽ കറപിടിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ, ഇത്രയും കാലം നിന്നെ പിശാച് ചവിട്ടിയിട്ടത് പോട്ടെ, അല്ലാഹുവിന്റെ ദീനിനെതിരായി പ്രവർത്തിച്ചത് പോട്ടെ, പടച്ചവനെ ധിക്കരിച്ചത് പോട്ടെ, അല്ലാഹുവിനെ മറന്നത് പോട്ടെ, എങ്കിലും ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മാറാൻ കഴിയില്ല, നന്നാകാൻ കഴിയില്ല എന്ന് പറഞ്ഞു നടന്നവരുടെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മാതൃകാപരമായ ഒരു ജീവിതം കാഴ്ചവെക്കാൻ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഉറക്കാമീൻ പറഞ്ഞു കേൾക്കളെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല, ആവേശത്തോടുകൂടെ വഴല് കേട്ടിട്ടും കാര്യമില്ല. ആദ്യമായി നിന്റെ പോക്കറ്റിൽ നിന്ന് ഈ സാധനം എടുക്കണം, മൊബൈൽ. എന്റെ പ്രിയപ്പെട്ടവ, എന്തൊക്കെയായി മൊബൈലുള്ളത് അല്ലേ? എത്രയോ സാധനങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുണ്ട്. മൊബൈൽ തരംഗം, നെറ്റ് തരംഗം, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഇന്ന് ഇബ്ലീസ് പിഴപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ആധുനിക മാധ്യമമാണ്. നമുക്കറിയോ എന്റെ പ്രിയപ്പെട്ടവ, ഇതിലൂടെയാണ് നമ്മുടെ യുവാക്കൾ ഇന്ന് നശിച്ചു പോയത്. നമ്മൾ മുൻഗാമികളായ മഹാത്മാക്കളായ ഒരുപാട് ആളുകളെ സ്മരണകളും അവരുടെ ജീവിത ചരിത്രങ്ങളും പഠിച്ചു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, അവരെ പോലെ നമ്മൾ മൊബൈലിന് പകരമായി തസ്ബീഹിന്റെ കൗണ്ടറോ മാലയോ തസ്ബീഹിന്റെ മുത്തുമണികളില്ല മൊബൈലിന് പകരം നമ്മൾ അനക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഭാവിക്കരയിൽ എത്രയോ മഹാത്മാക്കളായ യുവാക്കൾ ഉണ്ടാകുമായിരുന്നു. മുഴുവനും സമയം എന്റെ പ്രിയപ്പെട്ടവരെ മൊബൈലിന് വേണ്ടി. പണ്ടൊക്കെ നായെ ചങ്ങലയിൽ കെട്ടിടുമ്പോൾ ഇന്നത്തെ യുവാക്കളെ ചാർജർ അതുപോലെ പ്ലഗിൽ കുത്തി ഇബ്ലീസ് മൊബൈലിലൂടെ യുവാക്കളെ കെട്ടിയിടുകയാണ്. സംശയമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പഴയ കാലത്തൊക്കെ ഒരുപാട് വയസ്സുള്ള ആളുകൾ ഈ സദസ്സിലുമുണ്ട്, സ്റ്റേജിലുമുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം അല്ലേ? പണ്ട് മൊബൈൽ എന്ന് പറഞ്ഞാൽ അവർക്കറിയോ? സുബ്ഹാനല്ലാഹ്, ആദ്യം തിരിക്കലായി, അത് പോയി നെക്കല, തടവല. ഇപ്പൊ സുബ്ഹാനല്ലാഹ് രണ്ട് മുട്ടിച്ചിട്ട് ഒറ്റടിക്ക് ഒരേ പൊട്ടിക്കാണ് അല്ലെ? അങ്ങനത്തെ അവസ്ഥയാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. പണ്ടൊക്കെ തിരിച്ചിങ്ങനെ വരുമ്പോ ഉമ്മ കുളിക്കാൻ ചൂടുവെള്ളാക്കിയിട്ടുണ്ടോ? കാരണം ഒന്ന് തെറ്റിയാൽ ആദ്യം തിരിക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അവനക്ക് ഫോണടിക്കാൻ സമയം കിട്ടുക. എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ചു നോക്ക്. പണ്ടത്തെ ഉമ്മമാർ, ഞാൻ ഈ അടുത്ത കാലത്ത് തലശ്ശേരി ഭാഗത്തേക്ക് വേദന പോയപ്പോ, ഞാൻ തമാശ പറയാൻ അങ്ങനെ വേദനയപ്പോ റീചാർജ് ചെയ്യാൻ വേണ്ടി ഒരു കടയിലേക്ക് പോയപ്പോ ഒരു ഉമ്മ വന്നു, വായിൽ പല്ലൊന്നുമില്ല. ആ ഉമ്മ പറയാണ്, ഷിപ്പ് വേണോ?
എന്ത് പറഞ്ഞു? ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഷിപ്പ് വേണമെന്ന് പറഞ്ഞു. ഇവനിക്കും മനസ്സിലാവും എന്ത് അവസാനം ചിപ്പിനെ ചോദിക്കുന്നത്. അപ്പൊ ചിപ്പ് എന്ന് പറയാൻ നമുക്ക് പല്ലില്ല വയൽ. അപ്പൊ ഈ പറയുമ്പോ ഷിപ്പ് അങ്ങനത്തെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കും. പഴയ കാലത്ത് ഉമ്മമാർ അങ്ങനെ ആയിരുന്നില്ല. പണ്ടൊക്കെ നമ്മളിങ്ങനെ തമാശക്കുമായി കാര്യത്തിന് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. പണ്ടൊരു ഉമ്മ മൊബൈൽ വാങ്ങാൻ വേണ്ടി പോയി. ആ ഉമ്മ പോയി ചോദിച്ചു, എനിക്കൊരു മൊബൈൽ വേണം. അപ്പോ മൊബൈൽ കടക്കാരന് ചോദിച്ചത് നോക്കിയാ മതിയാ? അപ്പൊ ഇവൻ പറഞ്ഞു, നോക്കിയാ മതിയാ, എനിക്ക് കൊണ്ടുപോകാൻ തരണോ? ഇവൻ ചോദിക്കുന്നത് നോക്കിയാ കമ്പനി മതിയാ? അങ്ങനെ ആയിരുന്ന ഒരു കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നാണെങ്കിലോ നമ്മുടെ അവസ്ഥ 80 വയസ്സുള്ള ഉമ്മാമ മുതൽ 1.5 വയസ്സുള്ള കുപ്പിപ്പാല് കുടിക്കുന്ന കുഞ്ഞിന്റെ കയ്യിൽ പോലും, അന്നൊക്കെ കരച്ചിൽ നിർത്താൻ നമ്മൾ ആ കുഞ്ഞിന്റെ കയ്യിൽ കുപ്പിപ്പാലാണ് കൊടുത്തിരുന്നത്. ഇന്നോ മൊബൈൽ തുറന്ന് വാട്സപ്പ് ഓണാക്കി കൊടുത്താലേ കുട്ടി ഉണ്ടാതിരിക്കും. ഇങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവസ്ഥ. മൊബൈൽ തരംഗം, നെറ്റ് തരംഗം വലിയ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെയാണ് അശ്ലീല കാര്യങ്ങൾ, ഇതിലൂടെയാണ് മോശപ്പെട്ട വർത്തമാനങ്ങൾ, ഇതിലൂടെയാണ് കാമുകനോട് കൂടെ ഒളിച്ചോട്ടം നടത്തുന്നത്, ഇതിലൂടെയാണ് കാമുകിയോട് സല്ലപിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സുന്ദരമായ നിമിഷങ്ങളെ ചെറുപ്പക്കാരാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തള്ളി നീക്കുന്നത്. നമ്മളെ ആദ്യമായി ഈ ലോകത്ത് പഴപ്പിച്ചത് മൊബൈലാണ്. സംശയം തന്നെ. ഇബ്ലീസ് നമ്മെ പഴപ്പിക്കാൻ വേണ്ടി കണ്ടെടുത്ത ആധുനിക മാധ്യമമാണ് മൊബൈൽ. ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാരാ, ഇതൊന്ന് ശരിക്കും കേട്ടോ. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്താകുന്ന ഒരു ഡോക്ടറെ കാണാനിടയാവുകയാണ്. അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച്, ഒരു തലവേദനയുള്ള പെണ്ണ് ആ ഡോക്ടറിന്റെ അടുത്ത് വന്നിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചപ്പോ ആ ഡോക്ടറിന്റെ അടുത്ത് രണ്ടാമൻ ഞാൻ പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ആ പെണ്ണാരാണ്? അപ്പോൾ ഡോക്ടർ പറയാണ്, ആ പെണ്ണിനിക്ക് വല്ലാത്ത തലവേദനയാണ്. എന്തേ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, മൊബൈൽ ഉപയോഗമാണ് ഉസ്താദേ. 10 മിനിറ്റിന് നിരന്തരമായി ഒരാള് മൊബൈലിലൂടെ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക്, ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പതിക്കപ്പെട്ട ഒരു ഞരമ്പുണ്ട്. ആ ഞരമ്പിലേക്ക് 10 അടി കിട്ടുകയാണ്. ഈ 10 അടി കിട്ടലോടുകൂടെ ആ ഞരമ്പിങ്ങനെ മെൽട്ടാവും. പിന്നെ നമുക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടും. നമ്മുടെ യുവാക്കളോടൊന്ന് ചോദിച്ചാലോ, ഇന്നവർക്ക് ഓർമ്മശക്തി ഉണ്ടോ? 2 മിനിറ്റ് മുമ്പ് ഞാൻ എന്ത് പറഞ്ഞു ചോദിച്ചാൽ അവർക്കറിയില്ല. കാരണം നമ്മുടെ ഓർമ്മശക്തിയെ നഷ്ടപ്പെടുത്തിയത് എന്റെ പ്രിയപ്പെട്ടവരെ മൊബൈലാണ്. അപ്പൊ ഒന്നാമതായി എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നമ്മുടെ മക്കളെ പിഴക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കളെ നന്നാകണമെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ കൊടുക്കാതിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലേ, ഇതിലൂടെയാണ് മോശത്തരങ്ങൾ, പാതിരാത്രിയുടെ നിശബ്ദതകളെ, അന്യപ്പെണ്ണിന്റെ നഗ്നമേനെ കണ്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ അള്ളാഹു നൽകിയ ലൈംഗികമായ ക്രീഡകളെ, അവിടെ നിന്ന് ലൈംഗികമാകുന്ന അനുഗ്രഹത്തെ ക്രീഡകളാക്കി മാറ്റി ആസ്വാദനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര നല്ല മോനായാലും അവൻ മൊബൈൽ കൂടുതലായി യൂസ് ആക്കുന്നുണ്ടോ, ഒരിക്കലും നന്നാവില്ല. കാരണം ഇബ്ലീസ് യുവാക്കളെ പഴപ്പിക്കാൻ വേണ്ടി കണ്ടെത്തിയ ആധുനിക മാധ്യമമാണ് മൊബൈൽ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരാ, ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. പൊന്നുമോനെ, എനിക്ക് നന്നാകാൻ കഴിയില്ല, എന്നെ കൊണ്ടൊരിക്കലും നന്നാകാൻ കഴിയുന്നില്ല എന്നത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഒരാളും നന്നാകില്ല എന്ന് കരുതിപ്പോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഇന്ന് കിടക്കുന്നത് എവിടെയാ? ഇന്ന് കിടക്കുന്നത് എവിടെയാണ് ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റഹ്മത്തിന്റെ കോടാനുകോടി ഭീമാരികളെ പൈതറങ്ങുന്ന പരിശുദ്ധ മദീന. ഇഷ്ടം മദീന, ഇന്നിഷ്കും മദീന, കൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന, മോഹം മദീന, അനുരാഗം മദീന, മഹബൂബിൻ മദീന, കനിവേകും മദീന. ഇഷ്ടം മദീന, ഇന്നിഷ്കും മദീന, കൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. എന്റെ ചെറുപ്പക്കാരാ, പരിശുദ്ധ മദീനയിലേക്ക് നീ കടന്നു ചെന്നാൽ ആദ്യമായി മസ്ജിദുൻ നബിയുടെ മണവാളന് സലാം പറഞ്ഞതിന് ശേഷം, രണ്ടാമതായി അബൂബക്കർ സിദ്ദീഖിന് സലാം പറഞ്ഞതിന് ശേഷം, മൂന്നാമതായി സലാം പറയേണ്ടത് ആർക്കാ? അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്.
ആരാണ് ചെറുപ്പക്കാരാ അവിടേക്ക് എത്തിച്ചത്? ഈ രാത്രി ചിന്തിക്കാനുള്ള രാത്രിയാ, ഈ രാത്രി മനംമാറ്റത്തിന്റെ രാത്രിയാ. പടച്ചവരെ കള്ളു കുടിച്ച് പെണ്ണു പിടിച്ച് വ്യഭിചരിച്ച് മോശത്തരങ്ങളിലൂടെ ജീവിച്ചുകൊണ്ട് 27 വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തള്ളി നീക്കിയപ്പോ എന്റെ ഭാവിക്കരിയിൽ ചെറുപ്പക്കാരാ, ഉമർ കുടിക്കാത്ത കള്ളുണ്ടോ? ഉമർ കാണാത്ത പെണ്ണുണ്ടോ? ഉമർ വ്യഭിചരിക്കാത്ത പെണ്ണുണ്ടോ? ഉമർ കൊള്ളയടിക്കാത്ത ഒരു സംഘമുണ്ടോ? മക്കയിൽ നിന്ന് പരിശുദ്ധ ഷാമിലേക്ക് ഒരു പെണ്ണിനെ പോലും വഴിനടക്കാൻ അനുവദിക്കാതിരുന്ന ഉക്കാശ് ചന്തയിൽ ഏറ്റവും മോശപ്പെട്ട തമ്മാടിയാണെന്ന് വിശ്ലേഷിപ്പിക്കപ്പെട്ട ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറ്റി പിൽക്കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ഉമറും ഫിൽ ജന്ന, ഉമറേ നീ സ്വർഗ്ഗത്തിലാണ്, ഉമറേ ഉമറേ നീ സ്വർഗ്ഗത്തിലാണ് ഉമറേ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ നിർത്താതെ എന്റെ ശേഷം പ്രവാചകത്വത്തിന്റെ പരമോന്നതമായ പദവിയുമായി ഈ ലോകത്തേക്ക് ഒരാളെ കടന്നു വരുന്നുണ്ടെങ്കിൽ ആരാണ് കടന്നു വരേണ്ടത്? ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. അത് ഉമറായിരിക്കണമെന്ന് പറഞ്ഞു പോയെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലല്ലേ പറഞ്ഞു പോയത്? ഇസ്രാഈന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ വാനലോകത്തേക്ക് ഞാൻ കടന്നുപോയപ്പോ ഞാൻ ഉമറിന്റെ കൊട്ടാരം കണ്ടുപോയതാ. പക്ഷേ ഉമർ എന്നെ ദേഷ്യപ്പെടുമെന്ന ഭയത്തോടുകൂടെ ഞാൻ അതിന്റെ അകത്തളത്തേക്ക് കടന്നുപോയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയെങ്കിലോ ഇന്ത്യ രാജ്യം കണ്ടുപോയി ഏറ്റവും വലിയ നേതാവായിരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണെന്ന് വിശ്ലേഷിപ്പിക്കപ്പെട്ട മഹാത്മാഗാന്ധിജി പോലും ആ ഉമറിനെ പറ്റി പറഞ്ഞതെന്താ? ഈ രാജ്യം രാമരാജ്യമാകണോ? ഈ രാജ്യം മഹാരാജ്യമാകണോ? ഇവിടെ കടന്നു വരേണ്ടത് ഒരു മനുഷ്യന്റെ ഭരണത്തെയാണ്. ആരെ കുറിച്ചാ പറഞ്ഞത്? വർഗീയ ശക്തികളെ കുറിച്ചല്ല, തന്റെ മതത്താരെ കുറിച്ചല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണത്തെ കുറിച്ചാണെങ്കിൽ ഇത് ഉമറാണ് 27 വർഷം വരെ പെണ്ണ് പിടിച്ച് നടത്ത മോശത്തരങ്ങളിലൂടെ അഴിഞ്ഞാട്ടങ്ങളിലൂടെ ജീവിതം മോശത്തരത്തിലേക്ക് നയിപ്പിച്ച അല്ലാഹുവിന്റെ ദുനിയാവിൽ മോശങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചു പോയ മനുഷ്യനാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭാവിക്കരയിലെ ചെറുപ്പക്കാരാ, നിനക്ക് 27 ആയിട്ടില്ലടാ, 26 നിന്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോയിരിക്കുകയാ, 22ലേക്ക് നീ കാലെടുത്ത് വെക്കുകയാ. എന്റെ ചുമന്നുപോലെ ഉമറിനെ പോലെ മനംമാറ്റം വരണം പൊന്നുപോലെ. ഇല്ലെങ്കിലോ എപ്പോഴാ, ഏത് സെക്കൻഡിലാ, ഏത് നിമിഷത്തിലാണ് മരണപ്പെടുക എന്ന് പറയാൻ പറ്റാത്ത ലോകത്ത് ഇന്നില്ലെങ്കിൽ നാളെ നിന്റെ പടച്ചവന്റെ കോടതിയിലേക്ക് നീ കടന്നു പോകുമ്പോ അല്ലാഹു നിന്നോട് ചോദിക്കുകയാ, വഅൻ ശബാബിഹി ഫീമ അഫ്നാ, നിനക്ക് ഞാൻ യൗവനം തന്നില്ലടാ, നിനക്ക് ഞാൻ യൗവനം തന്നില്ലടാ, ആ യൗവനത്തെ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ എന്താണ് ചെറുപ്പക്കാരാ അവിടെ നമുക്ക് പറയാനുള്ളത്? 24 മണിക്കൂർ ഫേസ്ബുക്കിലൂടെ, 24 മണിക്കൂർ നെറ്റിലൂടെ സഞ്ചരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, നിനക്കെന്താ പറയാനുള്ളത്? ചാറ്റിംഗ് നടത്തിക്കൊണ്ട് സുന്ദരികളായ യുവതികളോട് ബന്ധം സ്ഥാപിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവതയെ, നിനക്കെന്താ പറയാനുള്ളത്? കാമുകന് വേണ്ടി, പ്രിയപ്പെട്ട കാമുകിക്ക് വേണ്ടി ജീവൻ പോലും ബലിയെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാവിക്കരയിലുള്ള പെണ്ണെ, നിനക്കെന്താ പറയാനുള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി കഷ്ടപ്പെട്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പടവരുത് അരപ്പട്ടിനിയും മുഴുപ്പട്ടിനിയുമായി പാവപ്പെട്ട ബദരീങ്ങൾ ഈ പരിശുദ്ധ ദീനിനെ മേലെയാക്കാൻ കടന്നുപോയതെന്തിനാ? എന്റെ പ്രിയപ്പെട്ട ഭാവിക്കരയിലുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും യുവാക്കളായ ചുറുചുറുക്കുള്ള രക്തത്തിളപ്പുള്ള സ്വന്തം ഭാര്യയെ പോലും വിട്ടകന്നുപോയി യുഹുദിന്റെ രണാങ്കണത്തിൽ 90 കഷ്ണങ്ങളായി വിതരപ്പെട്ട അന്നലെ പോലത്തെ യുവാക്കൾ ഈ ദീനിനെ പടുത്തുയർത്തിയതെന്തിനാണ് ചെറുപ്പക്കാരാ? ഇവിടെ കള്ളു കുടിച്ചുകൊണ്ട്, ഇവിടെ അഴിഞ്ഞാട്ടങ്ങൾ നടത്തിക്കൊണ്ട്, ഇവിടെ മോശത്തരങ്ങൾ ചെയ്തുകൊണ്ട് ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു രാത്രിയിൽ സ്ത്രീയുടെ ജീവിതത്തിന്റെ ആത്മീയതയെ നശിപ്പിച്ചുകൊണ്ട് ശബ്ദശവം പോലെ കിടന്നുറങ്ങാനല്ല ചെറുപ്പക്കാരാ, മറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടിയാണ് എന്റെ പൊന്നുമോനെ. അതുകൊണ്ട് മടങ്ങി വാടാ, മടങ്ങി വാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ പരിശുദ്ധ
ദീനിന്റെ തനതായ ശൈലിയിൽ ജീവിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം മോനെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കേൾക്കുമ്പോ എന്റെ പെങ്ങന്മാർ വിചാരിക്കുന്നുണ്ടാകും നമ്മള് ന്യൂ ഇയർ ആചരിക്കുന്നത് നമ്മൾ ഉഷാറായി. ബാലക്കാരെ വിഷയം മാത്രം ഉസ്താദ് എടുത്തിങ്ങനെ ചാടുന്നുണ്ടാകും. എന്നാൽ എന്റെ പെങ്ങളെ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് തന്ന സമയങ്ങളെ ചാവറാക്കി കളയുന്ന മോളെ. മഗ്‌രിബായാൽ നമുക്ക് സമയമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധ അല്ലാഹുവിന്റെ ലോകത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയങ്ങളോ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരുന്നുകൊണ്ട് രസിപ്പിക്കുന്ന എന്റെ ഭാവിക്കലയിലുള്ള ഉമ്മ, ഈ മനോഹരമായ സദസ്സിന് കടന്നു വരുന്നതിന്റെ മുമ്പ് ഈ സദസ്സിൽ സീരിയൽ കണ്ടുവന്നവരില്ലേ, സിനിമ കണ്ടുവന്നവരില്ലേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അതുപോലെ എന്റെ പരിശുദ്ധ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയല്ല അല്ലാഹു നിന്നെ പടച്ചത്, മറിച്ച് അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കാനാണ് പൊന്നുമോളെ. അല്ലാഹുവിന് വേണ്ടി മടങ്ങാനാണ് പൊന്നുമോളെ. അല്ലാഹുവിന്റെ ദീന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ തനതായ ആശയാദർശങ്ങളെ നെഞ്ചിലേറ്റി നടക്കാനാണ് പൊന്നുമോളെ. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ചെറുപ്പക്കാരെ നമ്മൾ വിചാരിച്ചെന്താ, ഒരു തെറ്റ് ചെയ്താൽ, ഒരു കുറ്റം ചെയ്താൽ, യുവാക്കളാവട്ടെ കാരണവന്മാരാവട്ടെ ആരാവട്ടെ നമ്മൾ വിചാരിച്ചു നമ്മൾ സ്വന്തം അനുഭവിക്കുക മാത്രം ചെയ്യാം. ഒരു കള്ളു കുടിച്ചു ഇന്നത്തെ ന്യൂ ഇയർ ആചരിക്കുന്നവരോട് ഞാനൊന്ന് പറയട്ടെ, നമ്മൾക്ക് എന്തായാലും കുറ്റമുണ്ട്. ന്യൂ ഇയർ എന്ന് പറയുന്നത് ഇസ്ലാമിൽ കഴിഞ്ഞു. മുഹറം 1-നാണ് ന്യൂ ഇയർ അല്ലേ? സിദ്ദീഖ് വൈദ്യ വിളിച്ചിട്ട് പറഞ്ഞു ന്യൂ ഇയർ പ്രഭാഷണം. ഞാൻ ന്യൂ ഇയർ നമ്മളത് കഴിഞ്ഞില്ലേ? അങ്ങനെയാണ് പേര് ഒരു ന്യൂ ഇയർ. എന്തോട്ടെ ന്യൂ ഇയർ. ആ ന്യൂ ഇയർ ആചരിക്കുന്നവരോട് ഞാനൊന്ന് പറയട്ടെ, ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? കള്ളുകുപ്പി പൊട്ടിച്ച് അല്ലെങ്കിൽ ഒരു വയസ്സം കാക്കയെ കത്തിച്ച് പാതിരാത്രിയിൽ താണ്ഡവമാടുന്ന അങ്ങാടി തിന്നകളിലോ അല്ലെങ്കിൽ ബജാറുകളിലോ പോയി മോശത്തരം ചെയ്യുന്ന ഒരു പ്രവണത. അതുകൊണ്ട് നമുക്ക് എന്തായാലും കുറ്റം കിട്ടും, ഉറപ്പാ. കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രണ്ടാമതായി നിന്റെ ജീവിതത്തിൽ മോശത്തരങ്ങൾ നിനക്ക് ലഭിച്ചാലും പ്രശ്നമില്ല, മറിച്ച് ഒരു വിഭാഗം നിന്റെ പേരിൽ പെടുന്ന അനുഭവിക്കുകയാ. ആരാണെന്നറിയോ? ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ആരാണെന്നറിയോ? തുറമുൽ അഅ്മാലു അലൽ ആബാഇ വൽ ഉമ്മഹാത്തി യൗമൽ ജുമുഅ. നിനക്ക് വേണ്ടി ദുനിയാവിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലാഹുവിന്റെ ദുനിയാവിൽ പാടത്ത് പണിയെടുത്ത് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ ഈ ബാബിക്കര പള്ളിയുടെ ചാരത്ത് കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള് മോനെ, അവരുടെ ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ ദുനിയാവിൽ നീ ചെയ്തു പോയ നന്മകളും തിന്മകളും അവരുടെ ഖബറിന്റെ അകത്തളത്തേക്ക് കാണിക്കപ്പെടുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാ, എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടല്ലോ ഇന്നത്തെ ന്യൂ ഇയർ ആചരിക്കുന്നവരെ, ആചരിച്ചു പോയവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാ, നീ ന്യൂ ഇയർ ആചരിച്ചോ, നീ ജീവിതത്തിൽ തെറ്റുകുറ്റം ചെയ്തോ, മോശത്തരങ്ങൾ ചെയ്തോ, എന്നാൽ അതിന്റെ വിപത്തുകളൊക്കെയും നീ നിന്റെ ഖബറിൽ അനുഭവിക്കുന്നതിന്റെ മുമ്പ് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മരണതുല്യമായ വേദന സഹിച്ച, നിനക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു പോയ ഒരു കൂട്ടം മാതാപിതാക്കളില്ലേ, അല്ലാഹുവേ, അവരുടെ ഖബറിൽ അവർ അനുഭവിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അവരുടെ ഖബറിന്റെ അകത്തളങ്ങളിലേക്ക് നിന്നെ മോശപ്പെട്ട പ്രവണതകൾ അവരെ കാണിച്ചുകൊണ്ട് അവരുടെ മുഖങ്ങൾ അവിടെ നിന്ന് കറുകറുത്തു പോകുകയാ. അല്ലാഹുവിന്റെ റസൂലാണ് ചെറുപ്പക്കാരാ പറയുന്നത്, മലക്കുകൾ കാണിച്ചുകൊണ്ട് അവരെ വെറുതെ വിടൂല്ല, മറിച്ച് അവർക്ക് അല്ലാഹുവിന്റെ മാലാകന്മാർ അവരുടെ ദണ്ഡ് കൊണ്ട് അവരുടെ തലയിലേക്ക് ശിരസിലേക്ക് ഇടിക്കുമ്പോ ഫയസീറു തുറാബാ, അവർ മണ്ണിൽ മണ്ണായി പോവാ. നമ്മളുടെ കാരണം ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട്, നമുക്ക് വേണ്ടി അധ്വാനിച്ച്, നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ട മാതാപിതാക്കൾ. ഇത് യുവാക്കളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വയസ്സന്മാരായാലും പ്രശ്നമില്ല, യുവതികളായാലും പ്രശ്നമില്ല, ഏതെങ്കിലും സിനിമ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഇതാ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗത്തിന്റെ അനുഭൂതികൾ അവരുടെ ഖബറിന്റെ ഉള്ളറയിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ, നമ്മുടെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നും അനുഭവിക്കാതെ ഖബറിലെങ്കിലും ഞാൻ സ്വസ്ഥതയോട് പോയി കിടക്കട്ടെ എന്ന് ആ പാവപ്പെട്ട മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അവർ ആ ഖബറിന്റെ അകത്തളങ്ങളിൽ പോയി ഞാൻ കൈകാല് നീട്ടി കിടന്നുറങ്ങട്ടെ എന്ന് പറയുമ്പോൾ പോലും നിന്റെ ന്യൂ ഇയർ കൊണ്ട് നീ അവിടെ കബടത്തെ അവിടെ നിന്ന് വിഷമിപ്പിക്കുകയാ, അവരെ വേദനിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും പാടില്ല, അല്ലേ? എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ, സീരിയൽ കാണുന്നുണ്ടെങ്കിൽ, അല്ലേ, നമ്മുടെ അവസ്ഥ അതാണ്. ഇന്നത്തെ വയസ്സുള്ള ഉപ്പാപ്പ പോലും എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇശാ നമസ്കാരം കഴിഞ്ഞ് അത്താദിന്റെ പോലും ഇരിക്കോലെ സലാം വിട്ട് നേരെ എഴുന്നേറ്റ് പോയി. എന്തിനാ ഉസ്താദേ? എനിക്ക് റിയാലിറ്റി ഷോ കാണാനുണ്ട്, എനിക്ക് കുട്ടിക്കൊട്ടൊരു കാണാനുണ്ട്, മറ്റത് കാണാനുണ്ട്, മറിച്ചത് കാണാനുണ്ട്. അങ്ങനെ ഇങ്ങനെ ലൈറ്റും പിടിച്ച് സുബ്ഹാനല്ലാഹ് അവസാനം വീട്ടിലേക്ക് എത്തി. തസ്ബീഹിന്റെ മാല ഇടത് കൈയിലും റിമോട്ട് വലത് കൈയിലും പിടിച്ച് മോശത്തരങ്ങൾ ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്നാവണം. നമ്മുടെ അഴിഞ്ഞാട്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിപ്പിക്കണം. നമ്മുടെ മോശത്തരങ്ങൾക്ക് നാം അവിടെ നിന്ന് പരിസമാപ്തി കുറിക്കണം. എന്നാൽ അതിന് 4 ശത്രുക്കൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ തീർച്ചയായും നമുക്ക് നന്നാകാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളെ വഴിതെറ്റിക്കുന്നതാരാ? 4 പേരാണ്. 4 പേര് അള്ളാഹുവിന്റെ ദുനിയാവിൽ നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. 4 പേര് അള്ളാഹുവിന്റെ ദുനിയാവിൽ നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. എന്നാൽ ആ 4 പേര് നിങ്ങൾ അവിടെ നിന്ന് ശരിക്കും ആ ശത്രുക്കളാക്കി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതം നന്നാവാൻ പോവാം, അല്ലെ? കള്ളുകുടിക്കാനും പെണ്ണുപിടിപ്പിക്കാനും അവിടെ നിന്ന് കഞ്ചാവടിക്കാനും വിചരിക്കാനും മോശത്തരങ്ങൾ ചെയ്യാനും പാതിരാത്രി വരെ അങ്ങാടി തിണ്ണകളിലിരുന്നു വേണ്ടാത്തരങ്ങൾ പറയാനും അന്യവന്റെ മാംസം ചിന്താനും ഇവിടെ ഐക്യം തകർക്കാനും വേണ്ടാത്തരങ്ങൾ ചെയ്യാനും എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് 4 ശത്രുക്കളാണ്. എന്നാൽ അവരെ ശത്രുക്കളായി കണ്ടാൽ തീർച്ചയായും നിങ്ങൾ നന്നാവാൻ പോകുന്നതാണ്. എന്നാൽ ഒന്നാമത്തെ ശത്രുവാരാ? ഇബ്ലീസുൽ ലഈൻ. മനസ്സിലായി? നമ്മളെ ചങ്ങാതി ഒന്നാമത്തെ ശത്രു ഇബ്ലീസുൽ ലഈൻ. ഉറക്കെ പറഞ്ഞ മനുഷ്യന്മാരെ പേടിക്കണ്ട. ഇബ്ലീസുൽ ലഈൻ ലഅനത്തുല്ലാഹി. ആരാ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മെ മാത്രമല്ല, എന്റെ യുവാക്കളെ മാത്രമല്ല, നമ്മുടെ ആദ്യ പിതാവാകുന്ന ആദം നബിയെ പോലും പിഴപ്പിച്ചതാരാ? ആകെ പതിയില്ലാതെ ഏകാപ്പഴം തിന്നരുതെന്നറിയോനറിയിച്ചാനേ, അന്നേ പിറകെ മുന്നോനപടന്ന് ശപിച്ചാനേ. വന്നിട്ട് എന്നിട്ട് എന്താണിപ്പോഴും നിങ്ങളെടുത്ത് മിന്നാത്ത് ജന്നാത്ത് കണ്ണിലുള്ള കനിവൊക്കെ കീളോമേക ജാതിയാണിത്. രാധരേ മയാഗ്ര ജാതി ഇങ്ങനെ പാടി മുഷില്ലവരാടി ചെന്നുവരം വരെ ചോടി ഒന്നു മുറിച്ചവർ കൂടി ഇന്നവ ചെങ്ങിന ചെങ്ങിന ചെങ്ങിയും തങ്ക ഇളങ്ങി വിളങ്ങിയ ചെങ്ങിയും ആകെ ചുറ്റനകത്തനകത്തന മൈത്തുരിമിത്തുരി മത്തിരി മുത്തുനബിയല്ലാ. ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികത്തരുതൊക്കെയും കനകർക്കരിമിക്ക ഹബീബല്ലാ. എന്താ ഇബ്ലീസ് കക്കിരി തിന്നു? അല്ല, ഇബ്ലീസ് പഴപ്പിച്ചു. ഞാൻ പാട്ടിലൂടെ ചെറുങ്ങനെ പറഞ്ഞത്, അല്ലെ? ഇബ്ലീസ് പഴപ്പിക്കും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ആരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ്? ലൈലാ മജ്നൂനിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ ലവ് സ്റ്റോറി അല്ലേ? എന്തായാലും ബാല്യക്കാർക്കറിയാം. യുവാക്കൾ ഉഷാറാണ് കാര്യത്തിൽ. കഥാപ്രസംഗത്തിന് ബുക്ക് വായിച്ച് എന്തായാലും കേട്ടിട്ടുണ്ടാവും. ലൈലാ മജ്നൂനിന്റെ പ്രിയപ്പെട്ടവരെ, ലൈലയും മജ്നൂനും ഇന്ന് മാപ്പിള പാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ചത് ഇവരുടെ പ്രേമമാണ്. ഐശ്വര്യ റായി, അതുപോലെ വിവേക് ഒബറായി, അതുപോലത്തവരുടെ പ്രേമമല്ല. ഏത് പാട്ട് നോക്കിയാലും പാടിയാലെ പറയുന്നത് മാപ്പിള പാട്ട് പാടും ഉസ്താദേ, അത് വേണ്ട, അത് വേണ്ട. അപ്പോ ലൈലാനെ കൂട്ടാത്തൊരു പാട്ടില്ല. ലൈലേ ലൈലേ സ്വർഗ്ഗം ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ റജപ്പൂമോളല്ലേ ലൈല നീ എന്റെ കൽബല്ലേ, 100 കണക്കായ ലൈലയുടെ പാട്ട്. ലൈലയും മജ്നൂനും അത്ര വലിയ പ്രേമികളാണ്. എന്നാൽ ലൈലയും മജ്നൂനും തമ്മിൽ പ്രേമിച്ചു. ലൈല മജ്നൂൻ എന്ന് പറഞ്ഞാൽ കൈസ് പിന്നീട് മജ്നൂനായതാണ്. അങ്ങനെ അവർ രണ്ടാളും പ്രേമിച്ചു. അവസാനം പ്രേമിച്ച് അവരുടെ പ്രേമത്തിന്റെ മൂർധാവിലേക്ക് അങ്ങോട്ട് എത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ലൈല കോടീശ്വരിയായ പെണ്ണാണ്.
വലിയ നാട്ടുരാജാവിന്റെ മകളാണ്. അതേ സമയത്തോ കൈസാണെങ്കിലോ ചെറ്റപ്പുറയിൽ ജീവിക്കുന്ന പാവപ്പെട്ട ഒരു മനുഷ്യന്റെ മോനാണ്. അങ്ങനെ ഒരു പ്രേമം മൂർദാവിലേക്ക് എത്തിയപ്പോ ഇരു വീട്ടുകാർക്കും പറഞ്ഞു. അവസാനം ലൈലയെ വിട്ട് മജ്നൂനിക്ക് താമസിക്കാൻ പറ്റുന്നില്ല, മജ്നൂനെ വിട്ട് ലൈലക്കും താമസിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോ അവസാനം ഈ മജ്നൂനിന്റെ പ്രേമത്തിൽ നിന്ന് തന്റെ പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കൈസിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ലൈലയുടെ പിതാവാകുന്ന രാജാവ് പ്രിയപ്പെട്ട പൊന്നുമോളെ തടങ്കലിൽ വെച്ചു. വീടിന്റെ അകത്തളത്തിലുള്ള തടങ്കലിൽ വെച്ചു. പാവപ്പെട്ട കൈസിന്റെ ഉപ്പ ആ ഏറ്റവും വലിയ രാജാവിന്റെ മകളെ കെട്ടാൻ നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ് കൈസിന്റെ കൈപിടിച്ച് പരിശുദ്ധ കഅബാലയത്തിലേക്ക് നടന്നു. എന്നിട്ട് കഅബാലയത്തിലേക്ക് എത്തി. എന്നിട്ട് പൊന്നുമോനോട് പറഞ്ഞു, പൊന്നുമോനെ നീ ഒരിക്കലും അവളെ സ്നേഹിക്കില്ലല്ലോ. ഇല്ല ഉപ്പ, എന്നാൽ ഈ കഅബാന്റെ കില്ല പിടിച്ചുകൊണ്ട് നീ പറയണം, ഉപ്പ കഅബാലയത്തിനെ തന്നെയാണ് സത്യം, ഞാൻ ഒരിക്കലും ലൈലയെ പ്രേമിക്കൂല. അപ്പോൾ ഈ കൈസ് അത് പിടിച്ചു പറഞ്ഞു, ഉപ്പ കഅബാലയത്തെ തന്നെയാണ് സത്യം, ഞാൻ ലൈലയെ ഒരിക്കലും കൈവിടൂല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു സത്യം നടന്നു. അവസാനം ലൈലാന്റെ പ്രിയപ്പെട്ട കാമുകനായ പ്രേമിയായ മജ്നൂൻ കഅബാലയത്തിൽ നിന്ന് ഉപ്പാന്റെ കൈപിടിച്ച് ആ കൈയുടെ പിടുത്തം അവിടെ നിന്ന് ഇളച്ചുമറിച്ച് ഓടി വരികയാണ് തന്റെ പ്രിയപ്പെട്ട ലൈലയെ കാണാൻ വേണ്ടി. അങ്ങനെ ലൈലയെ കാണാൻ വേണ്ടി ഓടി വന്നപ്പോ പാറാവുകാരനെ തെറ്റിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിയപ്പോ ലൈലയുടെ പ്രിയപ്പെട്ട പിതാവാകുന്ന രാജാവ് അവിടുത്തെ പാരാവുകാരോട് പറഞ്ഞു, കൈസിനെ കടിച്ചു കീറാൻ വേണ്ടി നിങ്ങൾ അവിടുന്ന് വേട്ടനായകളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞപ്പോ ആ പാരാവുകാരൊക്കെയും ഇവിടുത്തെ വേട്ടനായകളെ പറഞ്ഞയച്ചു. കൈസിനെ കടിച്ചു കീറാൻ അത് തുടങ്ങി. അതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലയാകുന്ന അള്ളാഹുവിനെ കാണാൻ വേണ്ടി പാവപ്പെട്ട കാമുകനായ നീ എവിടുന്ന് കടന്നു പോകുമ്പോ ഇബാദത്തിലൂടെ, തസ്ബീഹിലൂടെ, ഖുർആനിലൂടെ ലൈലയാകുന്ന പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സത്തിനെ നീ എവിടുന്ന് കാണാൻ വേണ്ടി പോകുമ്പോ നിനക്ക് വേണ്ടി അവിടുന്ന് നിന്നെ നശിപ്പിക്കാൻ വേണ്ടി, നിന്നെ തടയാൻ വേണ്ടി കടന്നു വരുന്ന പേപ്പട്ടികളാണ് ഇബ്ലീസുൽ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ മടി കാണിക്കുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാരാ ഈ സമുദായത്തിന്റെ ഐക്യം തകർന്നു പോയത്. ഇവിടെ പരസ്പരം വിദ്വേഷങ്ങൾ സംഭവിക്കുന്നത്, ഇവിടെ മോശത്തരങ്ങൾ സംഭവിക്കുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഇവിടെ കൊള്ളരുതായ്മകൾക്ക് അരുതി വരാത്തത് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഒന്നാമത്തെ ശത്രു ഇബ്ലീസുൽ ലഈൻ എന്ന് പറഞ്ഞുകൊണ്ടവനക്ക് കുറെ ശാപം വെക്കുന്നു. എന്തിനെന്നറിയൂ? ഈ പരിശുദ്ധ സദസ്സ് പിരിഞ്ഞു പോകുമ്പോ ചെറുപ്പക്കാരാ, ഒരുപാട് പിശാചിന്റെ മക്കൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാ. എന്തിനെന്നറിയോ? നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാ, നിന്റെ മനം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാ. ആ പിശാചിന്റെ മക്കളെ പറയുകയാണ്, അബ്ദുൽ കരീം വൈദ് പലതും പറയുമെടാ, സിദ്ദീഖ് വൈദ് പലതും പറയുമെടാ, നീ നിന്റെ ലൈൻ വിട്ട് കളയരുത്. നീ രഹസ്യമായി കള്ളു കുടിച്ചു, രഹസ്യമായി പെണ്ണു പിടിച്ചു, രഹസ്യമായി കഞ്ചാവടിച്ചു, രഹസ്യമായി ന്യൂ ഇയർ ആചരിച്ചു, രഹസ്യമായി അങ്ങാടി തിന്നകളിൽ നിന്നുകൊണ്ട് കൂട്ടുകാരുടെ തോളത്ത് കൊയ്യിട്ട് നടന്നു മോശത്തരങ്ങൾ ചെയ്തു എന്ന് നിന്നോട് ആ പിശാച് പറഞ്ഞുകൊണ്ട് എത്രത്തോളം നിന്നെ പഴപ്പിക്കുമെന്നറിയൂ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്നോട് കൂടെ ആ ഇബ്ലീസ് എത്രത്തോളം കൂട്ടുകാരനായി നിൽക്കുമെന്നറിയൂ? കുതിബ അലൈഹി അന്നഹു മൻ തവല്ലാ വഅന്നഹു യുദില്ലുഹു വയഹ്ദീഹി ഇലാ അദാബിസ് സഈർ. ആളിപ്പടരുന്ന ഭയാനകരമായ ഭീവസമായ നരകാഗ്നി കൊള്ള നിന്നെ എത്തിക്കുന്നത് വരെ ആ പിശാച് നിന്നോട് കൂട്ടുനിൽക്കും. ചെറുപ്പക്കാരാ, അതുകൊണ്ട് കുടുങ്ങിപ്പോകല്ലേ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പിശാച് നമ്മെ പിഴപ്പിക്കുന്നു എന്നതിനൊരു ഉദാഹരണമാണ് പരിശുദ്ധ റമളാന് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, പിശാചിന് ഇബ്ലീസിന് ഫുള്ള് റെസ്റ്റ്, പ്രവർത്തനാഗോതയിലേക്കില്ല. പിന്നെന്താ? കാരണം പരിശുദ്ധ റമളാൻ മാസത്തിന്റെ മുമ്പ് ശഅബാൻ 29 ആകുമ്പോഴേക്കും 30 ആകുമ്പോഴേക്കും ആ പിശാചിനെ അല്ലാഹു ചങ്ങലയിലിട്ടു, ബന്ധിപ്പിച്ചു കളയാം. എത്ര വലിയ സീരിയൽ സിനിമ കാണുന്ന പെണ്ണാണെങ്കിലും പോലും എന്റെ പ്രിയപ്പെട്ടവരെ, റമളാനാകുമ്പോ കണക്ഷൻ മൂരിവിക്കും. ഇൻഷാ അല്ലാഹ് ബാക്കിയായാലും മരിക്കാതെ റമളാൻ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണും.
എന്ന നിയത്തോടുകൂടെ അല്ലേ നല്ല മനസ്സിനോടുകൂടെ അങ്ങനെ ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ട വെങ്ങന്മാരെ, എന്തോ ഒരു പിരാന്തല്ലേ സുബ്ഹാനല്ലാഹ്. സീരിയൽ സിനിമാ നടികൾക്ക് 100 ജന്മമാ. ഒരു സിനിമയിൽ അവൾ ഒരു സീരിയൽ ഒരു ചത്തു, അടുത്ത സീരിയൽ അവൾ ജനിച്ചു വരാ. ഒരു സിനിമയിൽ പോലീസ്, മറ്റൊരു സിനിമയിൽ അവൻ കള്ളന്. ഇത് കണ്ടിട്ട് നമ്മളെ പെണ്ണുങ്ങളെ കരയുന്നത് കണ്ടാല് സുബ്ഹാനല്ലാഹ് അവളെ മാപ്പിളൊക്കെ അറ്റാക്കായിരുന്നു വിചാരിക്കണം. ആ നിലക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദേ നിങ്ങൾ എന്താ പറയുന്നത്? ഇബ്ലീസിന്റെ രഷ്ടാണെങ്കിൽ ഭാവിക്കരയിൽ കുറെ ബാല്യക്കാരുണ്ടല്ലോ, ഇവരുടെ തമ്മാടിത്തനം നിർത്തിയിട്ടില്ലല്ലോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവരാണ് പിശാചിനെ ഏൽപ്പിച്ചവ. പിശാചിന്റെ മക്കൾ ഇവരാണ്. സിദ്ദീഖ് ഫൈസി ഉസ്താദ് നിങ്ങളെ ഭാവിക്കരയിൽ ജോലി ചെയ്യാം, 1 മാസത്തിന്റെ ലീവ് അദ്ദേഹത്തിന് വേണം. അപ്പോൾ എന്ത് ചെയ്യും? അയാൾ ഒരാളെ ഇവിടെ നിയമിച്ചിട്ട് അസിസ്റ്റന്റ് ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ 1 മാസം വരുന്നവരെ നിങ്ങൾ ഇവിടെ നോക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ പോകും. അല്ലേ പോകുന്നതല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നോട് ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാനാകുമ്പോ ഓവിക്കാനത്തും ഭാവിക്കരയിലും അതുപോലെ പൊവ്വലിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിലും കുറച്ച് ബാല്യക്കാരെ അത് നിയമിക്കും. ബാല്യക്കാരെന്നല്ല, വയസ്സമാറായാലും അങ്ങനെ തന്നെ. ചിലപ്പോ വലിയ നിസ്കാരക്കാരനായിരിക്കും, നിസ്കാരത്തയമ്പുണ്ടാകും, താടി ചിലപ്പോൾ റോട്ടിലേക്ക് മുട്ടുന്ന താടിയായിരിക്കും. എന്തായാലും ഇവരുടെ പണി എന്താ? പള്ളിയിലേക്ക് വരുന്ന ആൾ ഈ അല്ലിസ്ഥാന്റെ പോലത്തെ ബാല്യക്കാരെല്ലാം കളിയാക്കാൻ തുടങ്ങി. ഈ ഒരു ഐക്യ, എന്ത് ഐക്യം, വലക്കൻ ഐക്യ. ഇത്ര കൊല്ലം നമ്മുടെ നാട് മുൻപാലുണ്ട്, അങ്ങനെ ഇങ്ങനെയുണ്ട്. ഇതൊരു പുതിയൊരു ഐക്യം തുടങ്ങി അല്ലേ? എനിക്കാരെ പേടിയില്ല, സിദ്ദീഖ് ഫൈസിനേക്കാൾ ഉഷാറാണ്. എനിക്ക് എന്തായാലും ഇവിടുന്ന് പോവല്ലേ, അയാൾ കൊടുക്കും, നമുക്കൊരു അങ്ങനെ പറയേണ്ടത് പറയണം. എന്റെ പ്രിയ, നാട്ടിന്റെ ഐക്യം അനിവാര്യമാണ്. ഇന്ന് ഭിന്നിച്ചു നിൽക്കുന്ന മനസ്സുകൾ ഒന്നിച്ചു എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ, എനിക്ക് സിദ്ദീഖ് ഫൈസി വരുന്നതിന് മുമ്പ് എന്റെ ഭാവിക്കരെ കുറിച്ച് അറിയാം. ഈ നമ്മളെ ഇയർ സൗണ്ട്സിന്റെ മൊയ്ത്, അദ്ദേഹം വലിയൊരു സുഹൃത്താണ്. എന്റെ പ്രിയപ്പെട്ടവർ വിളിച്ചിങ്ങനെ ഇടക്കിടക്ക് കുശലം പറയാറുണ്ട്. കൂട്ടത്തിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷം തോന്നാണ്. അള്ളാഹു ഇങ്ങനെയുള്ള ഹിമ്മത്ത് നമ്മുടെ യുവാക്കൾക്ക് കൊടുത്ത് ഉസ്താദിനും അള്ളാഹു നിലനിർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരാണ് പിശാചിന്റെ മക്കള്. പള്ളിയിലേക്ക് ഇതുവരെ വരാത്ത ചെറുപ്പക്കാരൻ വരാൻ തുടങ്ങിയപ്പോ, സംഘടനയിലൊക്കെ ചേരാൻ തുടങ്ങി, നല്ല ഉഷാറായപ്പോ ഇവർ കളിയാക്കി അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പറയാൻ തുടങ്ങി. എന്തായാലും ഇവൻ മൈൻഡ് ചെയ്തില്ല, പള്ളിയിലേക്ക് വരാൻ തുടങ്ങി, നിസ്കരിച്ചു. അള്ളാഹുവിന്റെ പള്ളിയിൽ ഇങ്ങനെയുള്ള ഉസ്താദന്മാരുടെ നസീഹത്തുകൾ കേട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി. ചുണ്ടിന്റെ ഇടയിൽ ഹൈസം വെച്ചിരുന്നവൻ താടി വെച്ചു, തൊപ്പി വെക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉഷാറായിട്ട് റമളാൻ മാസം പള്ളി നീക്കി. പരിശുദ്ധ ശവ്വാലിന്റെ പൊന്നമ്പിളി വാനത്ത് തെളിയലോടുകൂടെ നമ്മുടെ ചങ്ങായി ഇബ്ലീസ് ഇങ്ങനെ നമ്മളെ മൊയ്തുവാ, നീ എങ്ങനെ കള്ളുപിടിക്കാം. ഉദാഹരണം പറഞ്ഞ കുത്തി പറഞ്ഞത് ആരെ പേരാണ്? ഇങ്ങോട്ട് പറ, നമ്മൾ കള്ളു കുടിക്കാം, ഞങ്ങൾ പെണ്ണു പിടിക്കാം, ഞങ്ങൾ വ്യഭിചരിക്കാം. പക്ഷേ ഈ ചെറുപ്പക്കാർ പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ എന്തായാലും ഇല്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് നല്ല മനസ്സിനോട് കൂടെ പെരുന്നാളായി. നമുക്കറിയില്ലേ, നമ്മുടെ യുവാക്കളൊക്കെ സുബ്ഹാനല്ലാഹ് പരിശുദ്ധ റമളാന് കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസത്തിന് യുവാക്കൾ നോക്കണം. 30 ദിവസം ഖുർആൻ ഓതി, യാസീൻ ഓതി, ദിക്ർ ചൊല്ലി, ലൈലത്തുൽ ഖദ്ർ ഹയാത്താക്കി അവസാനം പെരുന്നാളിന്റെ അന്ന് ഒരു ഗൗജ് നോക്കണം. സുബ്ഹാനല്ലാഹ് ഉസ്താദുമാരെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരച്ച് ഓന്റെ കരച്ചിൽ കാണുമ്പോൾ ഉസ്താദ് മരിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ രാജിവെച്ചിട്ട് പോകുന്നു. ഇതെന്തിന് ഉസ്താദേ? അൽഹംദുലില്ലാഹ്, അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് അടുത്ത കൊല്ലം. അത്രത്തോളം എനിക്ക് ഫുൾ റെസ്റ്റ്. കാരണം നമ്മൾ ചങ്ങായി വന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നന്നാവണം. എന്റെ ചെറുപ്പക്കാരാ, ഏറ്റവും കൂടുതൽ നിന്നെ പ്രവർത്തിക്കുന്നത് ഇബ്ലീസുൽ ആ ഇബ്ലീസിന്റെ ശത്രുതയിൽ പെടല്ല മോനെ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, ഇന്ന ശൈത്താന ലകും അദുവ്വൻ മുബീൻ. ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാ. ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. കാരണം പിശാച് നമ്മെ അനിസ്ലാമികം കൊണ്ട് കൽപ്പിക്കുകയാണ്. പിശാചിന്റെ ചവിട്ടടിയാണ് കള്ളുകുടി, പിശാചിന്റെ ചവിട്ടടിയാണ് കഞ്ചാവ്, പിശാചിന്റെ ചവിട്ടടിയാണ് സിനിമ, പിശാചിന്റെ ചവിട്ടടിയാണ് സീരിയല്, പിശാചിന്റെ ചവിട്ടടിയാണ് പലിശ, പിശാചിന്റെ ചവിട്ടടിയാണ് നാട്ടിലുള്ള ഐക്യത്തെ തകർക്കുക, പരസ്പരം അസൂയ വിദ്വേഷം കൊണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിൽ നടക്കുക. തളരല്ല അൽലിസ്ഥാനിന്റെ ചെറുപ്പക്കാരാ.
അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ആരുടെ ശരീരത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ കയറുന്നതെന്നറിയോ? ആരുടെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ പിശാച് കയറിയിരിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദം. രക്തം ആരുടെ ശരീരത്തിലാണോ കൂടുതലുള്ളത്, രക്തം ആരുടെ ശരീരത്തിലാണോ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, ആ രക്തം നടക്കുന്ന സ്ഥലത്തൊക്കെ ഗ്ലൂക്കോസ് കയറുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പിശാചിന്റെ സംസാരം കൂടുകയാ. അതുകൊണ്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഭക്ഷണം കുറക്കലാണ്. ഏറ്റവും കൂടുതൽ രക്തം ആരുടെ ശരീരത്തിലുള്ളത്? യുവാക്കളുടെ പണ്ടുകൂടെയുള്ള വയസ്സന്മാരോട് ചോദിച്ചറിയാം, ഒരു കോയി എത്ര ആൾക്ക് പരലുള്ള 12 ആൾക്കാർ. ഇന്ന് 2 കോയി ഒരുത്തൻ. സുബ്ഹാനല്ലാഹ്. ഓന്റെ പുരക്കാരൊക്കെ ചപ്പാത്തി ഇത് കൊടുത്തു പോയിട്ട് കട്ടിട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ ഇരുത്തുന്ന ഒരു അവസ്ഥ. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ അല്ലേ? പണ്ടൊരാൾ ഭക്ഷണം കുറക്കാൻ വേണ്ടി അങ്ങനെ ആക്കില്ല. പണ്ടൊരാൾ ഭക്ഷണ പ്രിയരായിരുന്നു. പൈശാച് നമ്മുടെ ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് രക്തം കൂടുമ്പോഴാണ്. രക്തം കൂടുന്നപ്പോ ഭക്ഷണം കൂട്ടുന്നു. ആരുടെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ രക്തമുള്ളത്? യുവാക്കളുടെ ശരീരത്തിലാണ്. അപ്പോ യുവാക്കളുടെ ഒന്നാമത്തെ പണി എന്താ? നിന്റെ ശരീരത്തിന് കുറച്ച് തളർച്ച വേണം. നിന്റെ ശരീരം കുറക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കുറക്കല് കൊണ്ടാണ് രക്തം കുറക്കുക. അല്ലാതെ ബ്ലഡ് ആർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ രക്തം കുറക്കുക, അത് പിന്നെ കൂടും. ഭക്ഷണം കുറക്കണം. ഒരാൾ ഇങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര തടി കൂടി. അങ്ങനെ തടി കൂടിയപ്പോ അവസാനം വൈദ്യരുടെ അടുത്ത് അദ്ദേഹം പോയിട്ട് പറഞ്ഞു, വൈദ്യരെ എന്റെ തടി ഭയങ്കര കൂടി, എന്റെ ഏജിന് എനിക്ക് വേണ്ടത് 68 ഇപ്പൊ നോക്കുമ്പോ 108 ഉണ്ട്, ഇങ്ങനെ കുറച്ച് തരണം. ഡോക്ടർ എന്താക്കി, എന്ത് ചെയ്യണ്ട, ഈ കുറച്ച് മരുന്ന് എനിക്ക് എഴുതി തരാം, ആ മരുന്ന് കുടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് 1 മാസത്തിനുള്ളിൽ എനിക്ക് റീപ്ലേ അറിയിക്കണം. അദ്ദേഹം പോയി മരുന്ന് കഴിച്ചു. 1 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ തടി പിന്നെയും കൂടുകയാണ്. 2ാമത്തെ മാസം 3 മാസം ഇങ്ങനെ പുനരാവർത്തിച്ചു. അവസാനം വൈദ്യരുടെ അടുത്ത് പോയി പറഞ്ഞു, വൈദ്യരെ നിങ്ങൾ തന്ന മെഡിസിനിലോ അല്ലെങ്കിൽ മരുന്നിലോ അല്ലെങ്കിൽ ഗുളികയിലോ ഒരു ശമനമോ ഒരു കുറവ് എനിക്കില്ല. എന്റെ തടി ഇങ്ങനെ വീർത്ത് അവിടെ നിന്ന് കടുമ്പ് പോലെ വരാണ്, എന്താ ചെയ്യാ? അപ്പൊ ഡോക്ടർ, ഞാൻ ഒരു മരുന്ന് എന്തരോ, രാവിലെ നീ ഇപ്പോഴും നിന്റെ ഒരു മിനിറ്റ് ലീസ്റ്റ് നിനക്ക് ഞാൻ പറയാം, ഇനി ഇങ്ങനെ ചെയ്യാം. രാവിലെ നീ കുറെ കടുമ്പ് നിന്നിരുന്നവനല്ലേ, അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മുതൽ 2 കടുമ്പ് കടുമ്പെന്നല്ലേ പറയാൻ. പണ്ട് മലപ്പുറത്ത് കടുമ്പ് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കുന്ന ഞാൻ പറഞ്ഞു, ബോൾ പോലത്തെ സാധനം. കടുമ്പ് 2. ഉച്ചക്ക് ഒരു ഇത്തിരി ചോറ്, അസറിന് ഒരു 1/2 ഗ്ലാസ് ചായ, രാത്രി 1.5 ചപ്പാത്തി. ഇത് ശരിയാവും? അപ്പൊ ഈ തടി കുറക്കാൻ പോയ ആൾ ചോദിച്ചു, ഡോക്ടർ എനിക്കൊരു സംശയം, ഇത് ഞാൻ സാധാരണ കഴിക്കുന്ന ഫുഡിന്റെ മുമ്പാണോ കഴിക്കേണ്ടതല്ല ശേഷമാണോ? നമ്മളൊന്ന് ആലോചിച്ചു. ഇങ്ങനെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ, തടി കുറക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാ, ശരീരത്തിൽ രക്തം കൂടുമ്പോ പിശാചിന്റെ അവിടുത്തെ സഞ്ചാരം കൂടുകയാ. ആ പിശാച് നിന്നെ പഴിപ്പിക്കാൻ വേണ്ടി കടന്നു വരികയാ. എന്നാൽ പിശാചിന് ചില സ്വഭാവമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് എന്റെ 2ാമത്തെ ശത്രുവാരാണെന്ന് പറയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, പിശാചിന്റെ 1ാമത്തെ സ്വഭാവം ഏതാ? ചിബിർ. അത് നമ്മുടെ എന്റെ പ്രിയപ്പെട്ട അല്ലിസാനിന്റെ ചെറുപ്പക്കാരാ. നമ്മുടെ അല്ലിസാൻ ഇവിടെയുള്ള ആരും മനസ്സിലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഭാവിക്കരയിലുള്ള ആരെങ്കിലും ഒരാളുടെ മനസ്സിൽ പോയി അല്ലെ, ഓർ അല്ലിസാന്റെ എന്ത് സംഘടന ഇത്രത്തോളം ഇല്ല, അതിന് പുതിയ ബീമ്പളക്കാൻ ഇല്ല. നിന്റെ പോയി അന്നൊക്കെ പറഞ്ഞ നമ്മൾ അവർക്ക് പിന്തുണ നൽകണം. ആരായിരുന്നു? ഇബ്ലീസ്. ഇബ്ലീസ് ജിന്നിൽപ്പെട്ട ആളായിട്ട് അള്ളാഹു മലക്കുകളുടെ കൂട്ടത്തിൽ ഇബ്ലീസിനെ പെടുത്തി. ഇബ്ലീസ് അള്ളാഹുവിന്റെ ദുനിയാവിൽ സുജൂദ് ചെയ്യാത്ത സ്ഥലമില്ല. ഇബ്ലീസിന്റെ പേര് അള്ളാഹുവിന്റെ അടുത്ത് നിരവധിയായിരുന്നു. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഇബ്ലീസിന്റെ അത്ര വലിയ പണ്ഡിതൻ ലോകത്തില്ല. എന്നാൽ ഇബ്ലീസിന് പറ്റിയത് ഒന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇബ്ലീസ് തരന്നു പോകാനുള്ള 1ാമത്തെ കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖലഖതനി മിൻ നാർ വഖലഖതഹു മിൻ തീൻ. ആദമിനെ പഠിച്ചവനെ, നീ പഠിച്ചത് കളിമണ്ണിൽ നിന്നാണെങ്കിൽ, ആദമിനെ നീ കളിമണ്ണിൽ നിന്ന് പഠിച്ചതാണെങ്കിൽ, റബ്ബേ അല്ലാഹുവേ നീ പഠിച്ചത് അഗ്നിയിൽ നിന്നാണ്. അതുകൊണ്ട് അഗ്നിയിൽ നിന്ന് പഠിക്കപ്പെട്ട ഞാനുണ്ടല്ലോ അല്ലാഹ്,
ആദം ഇന്ന് സുജൂദ് ചെയ്യില്ല എന്ന് ധിക്കരിച്ചതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ശപിച്ചുകൊണ്ട് കാലാകാലം നരകത്തിൽ വലിച്ചെറിഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭാവിക്കരയിലെ മുസ്ലിമേ ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിൽ കിബറുണ്ടാവല്ലേ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇബ്ലീസിന്റെ സ്വഭാവമാണെങ്കിൽ കിബർ വരുന്നത് എപ്പോഴാ? ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരം വരുമ്പോ. ഒരു സംഘടനയുടെ പ്രസിഡന്റായി, അല്ലിസാനാവട്ടെ, ഏത് സംഘടന കിബർ വരാൻ പാടില്ല. ജമാഅത്ത് പ്രസിഡന്റായി, പഞ്ചായത്ത് പ്രസിഡന്റായി, അല്ലെങ്കിൽ രാഷ്ട്രീയ ഏതെങ്കിലും ഒന്നിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയായി ഒരു തലപ്പത്ത് വരുമ്പോ ഞാൻ തിരക്കേടില്ല എന്ന് നിന്റെ മനസ്സിൽ തോന്നിപ്പോയെങ്കിൽ ഭൂമി ലോകത്തുള്ള ആധിക്യം കൊണ്ട് ഞാൻ കൊട്ടാരം പണിയാമെന്ന് വിചാരിച്ചവനാ ചെറുപ്പക്കാരാ ഫിർഔൻ. എന്നാൽ ആ ഫിർഔനിന്റെ ശരീരത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നും ഇതാ ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയാ. നൈൽ നദിയിലുള്ള മത്സ്യങ്ങൾക്ക് ഫിർഔനിന്റെ ശരീരം ഹറാമാക്കിയത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഫിർഔനിന്റെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉള്ളത് കൊണ്ടല്ല, അവന്റെ ശരീരത്തിൽ ഷുഗർ ഉള്ളത് കൊണ്ടല്ല, പ്രഷർ ഉള്ളത് കൊണ്ടല്ല, മാരാവ്യാധി രോഗങ്ങൾ ഉള്ളത് കൊണ്ടല്ല എന്റെ പ്രിയപ്പെട്ടവരെ, മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഹങ്കാരികൾക്ക് ഗുണപാഠമായിട്ടോ ഫിർഔനിന്റെ ശരീരം ഇന്ന് പോലും ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭീഷണിയുടെ സ്വരം ശക്തമാ. എന്നോട് കളിക്കല്ലേ, എന്നോട് അഹങ്കരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫിർഔനിന്റെ ശരീരത്തെ സൂക്ഷിച്ചു പോയെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഭാവിക്കരയിലുള്ള ചെറുപ്പക്കാരാ, കിബറുണ്ടാകല്ല മോനെ, കിബറുണ്ടാകല്ലേ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാരാകട്ടെ. രണ്ടാമതായി കിബർ വരുന്നത് എപ്പോഴാ? കുറച്ച് പൈസ. സുബ്ഹാനല്ലാഹ്, നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് കടന്നു പോകുമ്പോ സോഡാ കുപ്പിന്റെ പോലെ ഉണ്ടായ മനുഷ്യൻ നാട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് തടിയല്ല വന്ന് പുട്ടടിച്ചിട്ട് നല്ല ഒരു ഉഷാറായി. പിന്നെ പരിചയമുള്ള കൂട്ടുകാരനെ കാണും, അസ്സലാമു അലൈക്കും, ഇസ്ലാം ഇങ്ങനെ പിന്നെ ഒന്നും അറിയാത്തതുപോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, പാടില്ല. നിനക്ക് അല്ലാഹു സമ്പത്ത് തരുന്നത് എന്തിനാ? നിനക്ക് അല്ലാഹു സമ്പത്ത് തരുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന. ഓരോരോ മനുഷ്യനിക്കും ഫിത്നയുണ്ട്, ഓരോരോ മനുഷ്യനിക്കും ഫിത്നയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വഫിത്നതു ഉമ്മത്തി അൽമാൽ. എന്റെ സമുദായത്തിന്റെ ഫിത്ന, എന്റെ സമുദായത്തിന്റെ ഫിത്ന അൽമാൽ. സമ്പത്ത് നിനക്ക് പരിശോധനയല്ലേ. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാവിക്കരയിലെ മുസ്ലിമേ, എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ കഴിഞ്ഞ കൊല്ലം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലം, സുബ്ഹാനല്ലാഹ്, അവിടെ ഞാൻ ജോലി ചെയ്തിരുന്ന വെള്ളിയാഴ്ച നാട്ടിൽ നിന്ന് പരിശുദ്ധ പള്ളിയിലേക്ക് എത്തുമ്പോ അന്ന് വളരെ വൈകിയാണ് എത്തിയിരുന്നതിന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, 12 മണി സമയമാകുമ്പോ നട്ടുച്ച സമയത്ത് ആ പള്ളിയുടെ പരിശുദ്ധ ഭവനങ്ങൾ കയറി കൊണ്ട് ഒരാൾ എന്റെ റൂമിന്റെ പരിശുദ്ധ ഉമ്മരപ്പടിയിൽ നിന്നുകൊണ്ട് വാതിൽ മുട്ടുകയാ. ഞാൻ വാതിൽ തുറന്നു, എന്നിട്ട് എന്നെ കെട്ടിപ്പറു പിടിച്ച് പൊട്ടിക്കരയുകയാണ്. എനിക്കാരാണെന്നാ പ്രിയപ്പെട്ടവരെ മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ, നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരന് പറയുമ്പോ എന്റെ മനസ്സാകെ തളർന്നു പോയതാ. ഞാൻ അദ്ദേഹത്തെ മടക്കിയേക്കാൻ ഉദ്ദേശിച്ചപ്പോ, ഇന്നൊരു പിരിവുണ്ട്, ഇന്ന് നിങ്ങൾക്ക് പിരിവ് ചെയ്തു തരാൻ പറ്റൂല എന്ന് മടക്കിയേക്കാൻ പുറപ്പെടുമ്പോഴാണ് ആ പാവപ്പെട്ട സഹോദരന് പറയുന്നത്, ഉസ്താദേ, എന്റെ പരിചയമില്ലേ, 2 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിലേക്ക് നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ കടന്നു വന്നയാളാണ്. ഒരു പ്രദേശത്ത് പ്രഭാഷണത്തിന് വേണ്ടി കടന്നുപോയപ്പോ അവിടേക്ക് നിങ്ങളെ വയന്നു കഴിഞ്ഞ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ക്ഷണിച്ചയാളാ. അപ്പോഴാണ് എന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, ഉസ്താദേ, നിങ്ങൾ കണ്ടുപോയത് എനിക്ക് പെട്ടെന്ന് പരിചയം കിട്ടുകയാ. അദ്ദേഹത്തോട് ചോദിക്കുകയാ, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്തുകൊണ്ടാ തളർന്നു പോയത്? അദ്ദേഹം പറയുകയാ, ഉസ്താദേ, എനിക്ക് 6 പെൺമക്കളാ, ആഫിയത്തുള്ളവരാ, ആരോഗ്യമുള്ളവരാ, വിദേശ രാജ്യത്ത് 4 കടകളുണ്ടായിരുന്ന മനുഷ്യനാണ് ഞാൻ. എന്നാൽ ഉസ്താദേ, കൊട്ടാര സമാനമായ വീട് നിർമ്മിച്ച് സ്വർഗത്തിന്റെ അനുഭൂതികളും നിറഞ്ഞു തുടങ്ങുന്ന വീടിന്റെ അകത്തളത്തിയാനും എന്റെ ഭാര്യയും കഴിയുമ്പോ ഒരു ദിവസം ഞാൻ വിദേശ രാജ്യത്തേക്ക് കടന്നു പോകുമ്പോ എന്റെ മെഡിക്കൽ ചെക്കപ്പിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോ, സുബ്ഹാനല്ലാഹ്,
എന്റെ ശരീരമാകെ തളർന്നു പോയതാ. അവസാനം എന്റെ ശരീരം ചികിത്സിക്കാൻ തുടങ്ങുകയാണ്. അവസാനം എന്റെ വിദേശ രാജ്യത്തുള്ള ഒരു കട ഞാൻ വിറ്റു. രണ്ടാമത്തെ മൂന്നാമത്തെ 4 കടകളെയും ഞാൻ വിറ്റു. എന്റെ ശരീരം അവിടെ നിന്ന് ചികിത്സിക്കാൻ വേണ്ടി പുറപ്പെട്ടതാ. അവസാനമായി എന്റെ ശരീരത്തിന്റെ മാരകരോഗം ഭേദമായപ്പോ അവിടുന്ന് അസുഖം അവിടുന്ന് മൂർജിച്ചപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്റെ വീട് ഞാൻ പണയം വെച്ചതാ ഉസ്താദേ, എന്റെ വീട് ഞാൻ പണയം വെച്ചതാ. അങ്ങനെ വീട് പണയം വെച്ചുകൊണ്ട് എന്റെ ചികിത്സക്ക് അതും അവിടെ നിന്ന് നടക്കാതിരിക്കുമ്പോ ഞാൻ എന്താ ചെയ്തത്? എന്റെ വീട് വിട്ടുകളഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്വർണം വിറ്റുകളഞ്ഞു. അവസാനം എന്റെ 6 മക്കൾക്ക് ഞാൻ കൊടുത്ത 100 പവനോളമുള്ള സ്വർണം വിറ്റുകളഞ്ഞതാണ് ഉസ്താദേ. ഇന്ന് എന്റെ കയ്യിലൊന്നുമില്ല. 3500 രൂപ മാത്രം കൊടുത്ത് ഞാൻ ജീവിക്കുന്ന എന്റെ വാടക പുരക്ക് ഉസ്താദേ. എനിക്ക് അവിടെ നിന്ന് വാടക കൊടുക്കാൻ കഴിവില്ലാതെ ഞാൻ അവിടെ നിന്ന് പരിഭ്രമിക്കുമ്പോ നിങ്ങളെ പോലത്തെ ആലിമികളാണ് എനിക്ക് തുണ. പള്ളിയുടെ വരാന്തയിൽ കൈനീട്ടി യാചിക്കാൻ എനിക്കൊരു മാസത്തിന്റെ വാടകയ്ക്ക് കൊടുക്കാനുള്ള പണം ഉസ്താദ് ഇന്ന് പിരിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോ എന്റെ ഭാവിക്കരയിലെ മുസ്ലിമേ, എന്റെ മനസ്സ് പൊട്ടിപ്പോയതാ. എന്റെ മനസ്സ് പൊട്ടിപ്പോയതാ. ഇതാണ് പൊന്നുമോനെ പണം. ഇന്നുള്ളവർക്ക് നാളെ പണമില്ല, നാളെയുള്ളവർക്ക് മറ്റന്നാ പണമില്ല. അതുകൊണ്ട് ആ പണത്തിൽ അഹങ്കരിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ജിബ്രീൽ ചോദിച്ചില്ലേ? ജിബ്രീൽ ചോദിച്ചില്ലേ, നബിയേ നബിയേ, ഈ സ്വർണം ഈ പർവ്വതം മുഴുവനും തങ്ങൾക്ക് ഞാൻ സ്വർണമാക്കി തരട്ടെയോ മുത്തുനബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയ മറുപടി, എനിക്ക് വേണ്ട ജിബ്രീൽ, ഈ സമ്പത്തിന്റെ കയ്യിൽ കിട്ടിയാൽ അഹങ്കരിച്ചു പോകും ജിബ്രീൽ. അതുകൊണ്ട് ഇന്ന ദുനിയാ ദാറുമല്ല ദാറല വമാലുമല്ല മാലല ഖദ് യജ്മഉഹാ മല്ലാ അഖലല. ദുനിയാവ് എന്നുള്ളത് വീടില്ലാത്തവനിക്കുള്ള വീടാ. ദുനിയാവ് എന്നുള്ളത് സമ്പത്തില്ലാത്തവനിക്കുള്ള സമ്പത്താ. ആ സമ്പത്തിനെ ആർത്തി പിടിച്ച് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരുമിച്ച് കൂട്ടുന്നത് അഹങ്കാരികളായ കിബറാളികളായ ഒരു കൂട്ടം ആളുകളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, എനിക്ക് അഭാവിക്കരയിൽ ഇത്ര സമ്പത്തുണ്ട്, ഇത്ര തോട്ടമുണ്ട്, 2 നിലയുള്ള വീടുണ്ട്, ഞാൻ വലിയ കോടീശ്വരനാണെന്ന് അഹങ്കരിച്ചു പോകല്ലേ. കാരണം എന്തേ? അല്ലാഹു നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാ. അത് ഇബ്ലീസിന്റെ സ്വഭാവമാ. അല്ലാഹു കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി കിബർ വരുന്നത് എപ്പോഴാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഭംഗി. ശരീരത്തിൽ ഭംഗി കൂടുമ്പോ കിബർ വരും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഈ അഹങ്കാരം ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളിലാണ്. സൗന്ദര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നത് പെണ്ണുങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, നീ ആരാ അഹങ്കാരം നടത്താൻ? നീ ആരാണ് ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് അഴിഞ്ഞാട്ടങ്ങൾ നടത്താൻ? ഈ ലോകത്ത് സൗന്ദര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അഹങ്കരിക്കേണ്ടത് ആരായിരുന്നു? മുത്തുനബിയുടെ ഓമന പുത്രി ഫാത്തിമത്തുൽ സുഹ്റാ. മുത്തുനബിയിൻ കരളിൻ കഷ്ണം ഫാത്തിമത്തുൽ സുഹ്റാ ബീവി, ഫാത്തിമത്തുൽ സുഹ്റാ. ജന്നത്തിനതിനായകിയായി വിളസും ഫാത്തിമത്തുൽ സുഹ്റാ. മുത്തുഅലിയിൻ ഉത്തമ മണവി ഫാത്തിമത്തുൽ സുഹ്റാ ബീവി, ഫാത്തിമത്തുൽ സുഹ്റാ. ഏറ്റവും കൂടുതൽ അഹങ്കരിക്കേണ്ടത് ഫാത്തിമ ബീവിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ചില്ല. ഫാത്തിമ ബീവി അഹങ്കരിച്ചില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, എന്തിനാണ് ഈ സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നത്? ഞാൻ മിനിയാന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പ്രഭാഷണത്തിന് വേണ്ടി പോയപ്പോ സുബ്ഹാനല്ലാഹ്, പ്രഭാഷണം കഴിഞ്ഞ് എന്റെ സ്റ്റേജ് വിട്ടിറങ്ങുമ്പോ ഒരു സഹോദരൻ വന്ന് എന്റെ കൈപിടിച്ചതാണ്. എന്നിട്ടോ പറഞ്ഞു, ഉസ്താദേ, ജസ്റ്റ് 2 മിനിറ്റ് എന്റെ വണ്ടിയുടെ അടുത്തേക്ക് നിങ്ങൾ വരുമോ? എന്റെ വണ്ടിയുടെ അടുത്തേക്ക് നിങ്ങൾ വരുമോ? ആ
പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചപ്പോ ഞാൻ എടുത്തു പോയതാണ്. അപ്പോഴാണ് ആ പരിശുദ്ധ വണ്ടിയുടെ അകത്തളത്തൊരു സുന്ദരിയായ സുമുഖിയായ പെണ്ണിരിക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ അത്ഭുതത്തോടുകൂടെ ആ പെണ്ണിനെ നോക്കുകയാ. അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ പ്രഭാഷകനായതുകൊണ്ട് പല നിലക്കും പല പരിപാടികളിലേക്കും പോകുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പുതിയ ആപ്പിളയെ അന്വേഷിക്കാനായിരിക്കും അവിടെ നിന്ന് പറഞ്ഞത് എന്ന് എന്നെ വിളിച്ചു വരുത്തിയത് എന്റെ മനസ്സുകൊണ്ട് കരുതുമ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതാരാ? ആ കൂട്ടുകാരന് പറയുകയാണ്, എന്റെ പെങ്ങളാണ് ഉസ്താദേ. ഞാൻ ചോദിച്ചു, എത്ര വയസ്സാ? 19 വയസ്സുള്ള പെണ്ണാട്. പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ആ കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ആ പെണ്ണിനിക്ക് പറ്റുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ വിചാരിച്ചു പോയത് ധിക്കാരിയായ അഹങ്കാരിയായ വല്ല പെണ്ണായിരിക്കും. പിന്നെ എന്തേ ഒരു ഉസ്താദുമാരെ കാണുമ്പോ കാറിൽ നിന്നിറങ്ങി വന്നിരിക്കലോ പുറകുവശത്തോ അല്ലെങ്കിൽ എഴുന്നേറ്റി അവിടെ എഴുന്നേക്കാത്ത കാരണം എന്താണെന്ന് എന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഉസ്താദേ കാറിന്റെ ഡോറ് തുറന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആ പെണ്ണിന്റെ കഷ്ടിക്കപ്പെട്ട കാല് കാണിക്കുകയാ. തൊടയുടെ താഴ്ഭാഗത്തിൽ നിന്ന് ആ പെണ്ണിന്റെ പരിശുദ്ധ കാലമൊരുക്കപ്പെട്ടിരിക്കുകയാ. ഞാൻ ചോദിച്ചു, എന്തിനാ 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 ഇങ്ങനെയുള്ള ഏറ്റവും വലിയ വിവസമായ കാര്യം നിങ്ങളെ ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പോയത്, ഉസ്താദേ എന്റെ പെങ്ങൾക്ക് ക്യാൻസർ പിടിപെട്ടു പോയതാ. എന്റെ പെങ്ങൾക്ക് ക്യാൻസർ പിടിപെട്ടു പോയപ്പോ ചികിത്സിച്ചു വീട് പോലും വിട്ടു ഉസ്താദേ. അവസാനമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ് കാലുകെട്ട് ചെയ്താൽ ഒരുപക്ഷേ ആ സുഖം ഭേദപ്പെടുമെന്ന് കാലിലേക്ക് കയറിയതല്ലേ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ ഇന്ന് കാലിലേക്കല്ല ശരീരം മുഴുവനത്തിലേക്കും ആ ക്യാൻസർ എന്ന് പറയുന്ന ഏറ്റവും വലിയ മാരക രോഗം പടർന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കിമോയിലൂടെ ഇന്നിതാ ഞങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാ. മറുവശത്തുള്ള കാലം ഞങ്ങളോട് കറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഭാവിക്കരയിലുള്ള പെണ്ണ്, ഇതാണ് സൗന്ദര്യം മോളെ. നിനക്കല്ലാഹു മാരക രോഗം തന്നാൽ, നിനക്കല്ലാഹു സ്തനാർബുദം തന്നാൽ ഒരു സെക്കൻഡ് കൊണ്ട് നിന്റെ ആരോഗ്യം നിലച്ചു പോകുന്ന ദുനിയാവിൽ സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കല്ല മോളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അങ്ങനെ അഹങ്കരിച്ചവര് സമ്പത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ അല്ലാഹു തന്നുപോയ ഏറ്റവും വലിയ ആധിക്യത്തിന്റെ പേരിൽ അഹങ്കരിച്ചു പോയവർ ഈ ഭാവിക്കരയിലുണ്ടെങ്കിൽ കിബറിൽ നിന്നുള്ള ഒരണുമണി തൂക്കമെങ്ങാലും നിന്റെ ഹൃദയാന്തരാളത്തിലുണ്ടോ അകബ്ബഹുല്ലാഹു അലാ വജീഹിന്നാർ. അവന്റെ ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയിൽ അവന്റെ തല താഴ്ത്തി വീഴ്ത്തുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിന്റെ നിലനിൽപ്പിനും അതിന്റെ ഉയർച്ചക്കും അതിന്റെ ഉന്നതിക്കും പണം വേണം. അത് അത്യാവശ്യം. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളുടെ കൺമുമ്പിൽ വളർന്നു പോയ മക്കൾ, നിങ്ങളുടെ പരിശുദ്ധ മദ്രസാ പ്രസ്ഥാനത്തിൽ ഇൽമ പഠിച്ചു പോയ പ്രിയപ്പെട്ട മക്കൾ, ആ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് വലുതായി അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അഥവാ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ നസീഹത്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള വലിയ പരിപാടി ഇവിടെ വേദി നടത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പദ്ധതികൾ പാവപ്പെട്ടവരെ ബഹുമാന്യനായ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ. അവർ ഇൻഷാ അല്ലാഹ് അതിനെതിരായി വരുന്ന അമ്പുകളെ തകർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള സംഘടനയ്ക്ക് പൂർണ്ണമായ പിന്തുണ നിങ്ങളുടെ ശാരീരികമായും നിങ്ങൾ നൽകണം. സാമ്പത്തികമായി അവരെ വളരെയേറെ സഹായിക്കേണ്ട ബാധ്യത നിങ്ങളുടേതാണ്, നമ്മുടെ നാട്ടിലാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഞാൻ പറയാണ്,
പറയാണ്, നമ്മുടെ നാട്ടിലുള്ള ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അവിടത്തെ കണ്ണീരൊപ്പാൻ ഈ സംഘടനയുള്ള യുവാക്കൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നാട്ടിന്റെ നേട്ടമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവ് ഏതെങ്കിലും ഒരു പള്ളിയുടെ വരാന്തയിൽ പോയി ലെറ്റർ പാഡ് പിടിച്ച് യാചിക്കുന്ന ഒരവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംഘടന പടർന്ന് പന്താലിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാണ്, ഈ പരിശുദ്ധ ഇഹ്സാൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ഇന്നത്തെ പരിശുദ്ധ രാത്രിയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്റെ പെങ്ങന്മാരെ, ചെറിയ ടക്ക് 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 കേൾക്കാൻ പാടില്ല, വക്കേട്ട് നല്ല ഒരു ശബ്ദത്തോടുകൂടെ കോയിലൊന്നും ഇവിടെ നിട്ട് കേൾക്കാൻ പാടില്ല. നല്ല ഇൻഷാ അല്ലാഹ് ഒരു വലിയ സംഖ്യ നിങ്ങളുടെ ഈ പരിശുദ്ധ കരങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധ പരിപാടിയിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരൊക്കെ സഹായിക്കുന്നുണ്ടോ സഹകരിക്കുന്നുണ്ടോ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് ഇവിടെ എല്ലാവിധ സദുദ്ദേശങ്ങളെയും അള്ളാഹു പരിശുദ്ധ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നന്മയും ഉയർച്ചയും സന്തോഷവും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ഇബ്ലീസിനുള്ള മറ്റൊരു സ്വഭാവമാണ് അസൂയ. അതുണ്ടാവാൻ പാടില്ല. അസൂയ എന്റെ പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് നമ്മുടെ സംഘടനയെ തകർക്കാൻ ആളുകൾ കടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവർ ഇവിടെ അടി നടക്കുന്നത്. അസൂയ കൊണ്ടാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാകുന്നത്. അസൂയ കൊണ്ടാണ് സമരം നടക്കുന്നത്. അസൂയ കൊണ്ടാണ് കൊലം നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയ കൊണ്ടാണ് നാട്ടിലുള്ള ഐക്യം തകർന്നു പോകുന്നത്. എന്റെ ചെറുപ്പക്കാരാ, മനസ്സിന്റെ ഉള്ളറയിൽ അസൂയ കൊണ്ടു നടക്കല്ല മോനെ. വിദേശ രാജ്യത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ പോയി, എന്നിട്ടോ ഇവിടേക്ക് വന്ന് ഭാവിക്കരയിൽ വന്ന് 2 നിലയുള്ള വീട് നിർമ്മിച്ചു. എന്നിട്ടോ ഇങ്ങനെ നിർമ്മിച്ചപ്പോ ഇവിടെയുള്ള കുറച്ചാൾക്ക് ചൊരിച്ചൽ തുടങ്ങി. എന്താ ഇവർ പറയുന്നത്? അറബീനെ പറ്റിച്ചിട്ട് കൊടുന്നിട്ട് 2 നിലകൾ പോരാക്കി. സുബ്ഹാനല്ലാഹ്, ഓരോ ഇരട്ടി ഇവൻ മോഷിച്ചിട്ടുണ്ടോ അല്ലേ? എന്നിട്ട് ഇയാളെ ഭയങ്കര ചർച്ച തുടങ്ങി. അസൂയുണ്ടാവാൻ പാടില്ല. അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. അബൂജഹൽ ലാനത്തുല്ലാഹി അലൈഹിന്റെ സ്വഭാവം. എന്റെ പ്രിയപ്പെട്ടവരെ, ആരായിരുന്നു അബൂജഹൽ ലാനത്തുല്ലാഹ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചപ്പോ ഞാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, നല്ല മനസ്സുണ്ടായിരുന്നു, ദീൻ വിശ്വസിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവന്റെ മനസ്സിലുള്ള അസൂയ എന്റെ പ്രിയപ്പെട്ടവരെ സമ്മതിച്ചില്ല. അബൂജഹൽ അള്ളാന്റെ ദീൻ വിശ്വസിക്കാത്തത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്താ? ഖുറൈശികളൊത്തൊരുമിച്ചവർ പാടി, അനാഥനാണിവനാണോ നബിയായി വന്നു, ധനവും പ്രതാപവും ഞങ്ങളിലാണ്, രാജാക്കന്മാരും ഞങ്ങളിലാണ്, നേതാക്കൾ നമ്മിൽ പെട്ടവരാണ്, എന്നീറ്റി യതീമാണോ നബിയായി വന്നു, എന്നീറ്റി മിസ്കീനാണോ നബിയായി വന്നു. ഒരിക്കലും പച്ചപിടിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അസൂയ നമ്മുടെ മനസ്സിന്റെ അകത്തളത്ത് കടത്തി കൂട്ടല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാ, അസൂയ ഒരു മനുഷ്യന്റെ ഹൃദയാന്തരാളത്തിൽ കയറി കൂടിയാൽ അൽ ഹസദു യഅ്കുലുൽ ഹസനാത് കമാ തഅ്കുലുൽ ഹതബ അന്നാർ. വിറകിനെ തീ തിന്നുകളയും പോലെ, വിറകിനെ തീ തിന്നുകളയും പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയ എന്നുള്ളത് മനുഷ്യന്റെ അമലുകളെ തിന്നുകളയുകയാ. നീ നോറ്റ നോമ്പ്, നീ നിസ്കരിച്ച നമസ്കാരം, നീ ഓതിയ ഖുർആനോത്തുകൾ, നീ ചെയ്തു പോയ ആരാധനയുടെ ആകാശയാമങ്ങളെയൊക്കെയും നിന്റെ അസൂയ കരിച്ചു കളയുന്നതാ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമ്മുടെ യുവാക്കളുടെ ഏറ്റവും വലിയ ശത്രുവാരാ? അവരുടെ സുഹൃത്തുക്കൾ തന്നെ അവരുടെ ശത്രുക്കളാണ്. അവരുടെ കൂട്ടുകാരെ തന്നെ അവരുടെ ശത്രുക്കളാണ്. കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ചങ്ങാതിമാർ, ഫ്രണ്ട്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, യുവാക്കളുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ നന്മകളെ നശിപ്പിക്കുന്നത് വരാ. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, ലാ തുസാഹിബു ഇല്ലാ മുഅ്മിനാ,
നീ മുഅ്മിനായ നല്ല കൂട്ടുകാരനെ അല്ലാതെ തിരഞ്ഞെടുക്കല്ലേ. നിന്റെ ജീവിതത്തിൽ നീ കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവന് മുഅ്മിനാവണമടാ, മുഅ്മിനാവണമടാ. ആരാണെന്നറിയോ യഥാർത്ഥ മുഅ്മിന്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. അല്ലാഹുവിന്റെ പള്ളിയുമായി ബന്ധപ്പെടുന്ന, അല്ലാഹുവിന്റെ പള്ളിയുമായി ഇബാദത്ത് നിത്യമാക്കുന്ന, പതിവാക്കുന്ന ആളാണ് യഥാർത്ഥ മുഅ്മിന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ, ആ കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കണം. ഞാനൊന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്നത്തെ പരിശുദ്ധ സുബഹി നമസ്കാരത്തിന് ഒരു ഫോൺ വിളിച്ചിട്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ അള്ളാന്റെ പള്ളിയിലേക്ക് ഇന്ന് സുബഹിക്ക് വരാത്തത് എന്ത് എന്ന് ചോദിക്കാത്ത എത്ര പേര് നമ്മുടെ കൂട്ടുകാരിലെടുക്കാം. അൽ-ലിസാനിന്റെ ഒരു മനോഹരമായ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്തേ ആ പരിപാടിയിലേക്ക് നീ വരാത്തത്, അല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറയുന്ന എത്ര കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയിൽ സ്വലാത്ത് നടക്കുമ്പോ ഇബാദത്തുകൾക്ക് വേണ്ടി ആവേശകരമായ രീതിയിൽ നമുക്ക് അവിടെ ഒന്നിച്ചു പോകാമെന്ന് നല്ല മനസ്ഥിതിയോടുകൂടെ പറയുന്ന എത്ര കൂട്ടുകാർ നമുക്കുണ്ട്. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളുടിക്കാൻ വേണ്ടി, പെണ്ണുപിടിക്കാൻ വേണ്ടി, ന്യൂ ഇയർ ആചരിക്കാൻ വേണ്ടി മറ്റതിലേക്ക് വിളിക്കുന്ന എത്ര കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ശർറിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഏറ്റവും വലിയ നിന്റെ ശത്രു ആരാണ്? ശൈത്താനുൽ ഇൻസ്, മനുഷ്യ ശൈത്താൻ. മനുഷ്യ ശൈത്താൻ ആരാണ്? നിന്റെ കൂട്ടുകാരൻ തന്നെയാണ്. നിന്റെ കൂട്ടുകാരൻ തന്നെ നിന്റെ ശത്രുവാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് പറയുകയാ, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അലാ മൻ യുഖാലിൽ. പൊന്നുമോനെ, ഒരു കൂട്ടുകാരൻ എന്നുള്ളത്, ഒരു മനുഷ്യൻ എന്നുള്ളത് അവന്റെ കൂട്ടുകാരൻ എങ്ങനെയാണോ അതുപോലെയാണ്. അതുപോലെയാണ് മോനെ നീ നിന്റെ കൂട്ടുകാരനോടൊപ്പം കൂടുമ്പോ. അതുകൊണ്ട് കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോ നല്ലവണ്ണം അഗാധമായി ചിന്തിക്കണേ. ആ കൂട്ടുകാരനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണേ. കാരണം എന്തേ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മർഉ മഅമൻ അഹബ്ബ. നീ ആരെയാണോ ദുനിയാവിൽ സ്നേഹിക്കുന്നത്, നീ ആരെയാണ് ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്നത്, നീ ആരെയാണോ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ചങ്ങാതിപ്പാടി നടത്തുന്നത്, അവനോട് കൂടെയാണ് നാളെ ആഖിറത്തിൽ എന്ന് പറയുമ്പോ വഞ്ചിതരാകല്ല മോനെ. അല്ലാഹുവിനെ പേടിക്കുന്നവൻ, അല്ലാഹുവിനെ അനുസരിക്കുന്ന, അല്ലാഹുവുമായി ബന്ധമുള്ള കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണേ. കള്ളുകുപ്പി പൊട്ടിക്കുന്നവന്, അങ്ങാടിത്തണ്ണുകളിൽ പാതിരാത്രി വരെ ഇരുന്ന് മോശത്തരങ്ങൾ പറയുന്നവന്, അല്ലാഹുവിന്റെ ദീനുമായി ബന്ധമില്ലാത്തവന്, അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നു പോകുന്നവന്, നമസ്കരിക്കാത്തവന്, എന്റെ പ്രിയപ്പെട്ടവരെ, കഞ്ചാവടിക്കുന്ന ചെറുപ്പക്കാരനെ കൂട്ടുകാരനാക്കല്ലേ. ചില യുവാക്കൾക്ക് പറയാനുണ്ടാവും, ഉസ്താദേ, ഞാൻ അവനെ നന്നാക്കുന്നതാണ്, അവന്റെ കൂട്ടി ഞാൻ അവനെ നന്നാക്കുന്നതാണ്. ചിക്കൻ ബോക്സ് ഉള്ള ഒരാളെ കെട്ടിപ്പിടിച്ചാൽ നമുക്ക് അവന്റെ ചിക്കൻ ബോക്സ് വരുന്നല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാറിപ്പോയ ശരീരത്തിൽ ഇല്ലാത്ത ഒന്നും അവനിക്ക് പോകുന്നില്ല. അതുപോലെയാണ് മോശപ്പെട്ട കൂട്ടുകാരൻ. നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുത്തോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മുടെ യുവാക്കൾ കാണിക്കുന്നത് എന്താ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഭാസങ്ങളിലേക്ക് കൂട്ടുപിടിക്കുന്നത് കൂട്ടുകാരിയല്ലേ? കല്യാണ പന്തലുകളിൽ പോയി നടത്തുന്ന മോശത്തരങ്ങൾ, കല്യാണ വീടുകളിൽ. അല്ലാഹു ഒരു മനുഷ്യന് അനുഗ്രഹമായി നൽകുന്ന, മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരേ ഒരു പ്രഥമരാത്രി, ആ പ്രഥമരാത്രി എന്ന സുന്ദരമായ മുഹൂർത്തത്തെ അവന്റെ മനവാട്ടിയോടുകൂടെ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത എന്റെ കൂട്ടുകാരാ, പാതിരാത്രി വരെ 2-3 മണി വരെ അവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ ചെന്ന്, ബെഡ്റൂമിൽ ചെന്നുകൊണ്ട് മോശത്തരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്ന പോലെ ബന്ധമ്പത്തി ജീവിതത്തിൽ എങ്ങനെയാ നല്ല മക്കൾ ജനിക്കുക? അവിടെ ജനിക്കുന്നത് ഇബ്ലീസിന്റെ അടിയാറുകളല്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധ മാലാഖമാർ പെയ്തിറങ്ങുന്ന രാത്രിയിൽ ഇബ്ലീസിനെ ആ ബെഡ്റൂമിൽ നിങ്ങൾ കടത്തി കൂട്ടിയ ചെറുപ്പക്കാരാ, അതുകൊണ്ട് നിനക്കുണ്ടാകുന്നത് മോശപ്പെട്ട മക്കളാണ്. കള്ളുകുടിയന്മാരായ മക്കളാ, തമ്മാടികളായ മക്കളാ, അനാചാരങ്ങൾ ചെയ്യുന്ന മക്കളാ. അതുകൊണ്ട് മോനെ, അല്ലാഹുവിന്റെ ദുനിയാവിലെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്തോ. കൂട്ടുകാർ
അവസ്ഥയാണെന്ന്. സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരനെ അടുത്ത കാലത്ത് പറഞ്ഞതാണ്, ഉസ്താദേ ഞാൻ എന്റെ പ്രിയപ്പെട്ടവളോടുകൂടെ എനിക്ക് അവിടുന്ന് മനസ്സില്ലാത്ത മനസ്സോടുകൂടെ കുറച്ചാൾ എന്റെ കൂടെ വന്നിട്ട് അവസാനം വീടിന്റെ അകത്തളങ്ങളിൽ എന്റെ ബെഡ്റൂമിലേക്ക് കയറി സുബ്ഹാനല്ലാഹ് അടിച്ചു പൊളിച്ചിട്ട് അവസാനം എന്തെല്ലാം ചെയ്തു. അങ്ങനെ എങ്ങനെയെങ്കിലും 2 മണി രാത്രി ഞാൻ പോയി ഞങ്ങൾ രണ്ടാലും കിടന്നുറങ്ങിയപ്പോ ഞങ്ങളുടെ ശരീരത്തിലേക്ക് അങ്ങനെ ഉറുമ്പ് കയറാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, വേദനയും കടിയും തുടങ്ങി. അവസാനം ഞങ്ങൾ ഒരുപാട് നേരം അത് സഹിച്ചു. അവസാനം നോക്കി എന്നും കാണുന്നില്ല. അവസാനം ഓരോരോ ബെഡ്ഷീറ്റ് പൊക്കി ബെഡിന്റെ അടിയിൽ 4 കിലോ പഞ്ചസാര വിതറി എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പോയതാ. നമ്മളൊന്ന് മനസ്സിലാക്കി, കല്യാണ വീടുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ കാണിക്കുന്ന ആഭാസങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. എന്റെ ചെറുപ്പക്കാരാ, ഇന്ന് നിന്നോടൊപ്പം തമ്മാടിത്തരം ചെയ്യാ, ഇന്ന് നിന്നോടൊപ്പം അതിക്രമങ്ങൾ ചെയ്യാ, നിന്നോടൊപ്പം ഒരുപാട് മോശത്തരങ്ങൾ ചെയ്യാ നിന്റെ കൂട്ടുകാർ നിന്നോടൊപ്പം കൂട്ടു നിൽക്കുമെങ്കിൽ നാളെ ആരാരുമില്ലാത്ത മണ്ണറക്കൂടിന്റെ ഉള്ളറയിലേക്ക് കാവിക്കര പള്ളിയുടെ ചാരത്ത് നീ കടന്നു വന്നാ ഇന്ന് നിന്നോടൊപ്പം കള്ളു കുടിച്ചവർ അവിടെയില്ല പൊന്നുമോനെ. ഇന്ന് നിന്നോടൊപ്പം കഞ്ചാവടിച്ചവർ അവിടെയില്ല. ഇന്ന് നിന്നോടൊപ്പം മോശത്തരം ചെയ്തവരില്ല. എല്ലാവരും നിന്റെ പരിശുദ്ധ ശരീരത്തിന് കൊണ്ടുവന്ന് കാവിക്കര പള്ളിയുടെ മനോഹരമായ കബറാകുന്ന മണ്ണറക്കൂടിന്റെ മുള്ളറയിൽ തള്ളിക്കളഞ്ഞാൽ പൊന്നുമോനെ, മരിക്കുന്ന സെക്കൻഡ് വരെ നിന്റെ പരിശുദ്ധ ജീവിതത്തിൽ നിന്റെ കൂട്ടുകാരായി ജീവിച്ചു പോയവർ നിന്റെ പരിശുദ്ധ ശരീരത്തെ തള്ളി നീക്കി അവിടെ നിന്ന് മടങ്ങിക്കളയുമ്പോ യുനാദൂന ഖൽഫൻ നാശി മല്ലാ യുജീബുഹു വഖദ് കുന്തു ഫി ദുനിയാ സരിയൽ ഇജാബതി. അല്ലാഹുവിന്റെ ദുനിയാവിൽ ഒരു മിസ് കോൾ അടിക്കുമ്പോ, ഒരു മെസ്സേജ് ചെയ്യുമ്പോ, അല്ലാഹുവിന്റെ ദുനിയാവിൽ നീ എന്തവരെ കോപ്പാടിസങ്ങൾ നടത്തിയാലും അതിനൊക്കെ നിന്നെ വിളിക്കുമ്പോ കൂട്ടുനിന്ന് നീ ഖബറിന്റെ ഉള്ളറിയിൽ നിന്നവരെ വിളിക്കുകയാ. ഒരു മെസ്സേജ് അടിക്കുമ്പോ കടന്നു വന്നവനല്ലേ ഞാൻ, നീ എന്നെ വിളിക്കുമ്പോൾ ഓടി വന്നവനല്ലേ ദുനിയാവിൽ ഞാൻ. ഖബറിന്റെ അകത്തളത്തേക്ക് ഒന്ന് കടന്നു വരുവോ, എന്നെ ആസ്വദിപ്പിക്കോ, സാന്ത്വനപ്പെടുത്തോ എന്ന് ഖബറിന്റെ അകത്തളങ്ങളിൽ നീ പൊട്ടിക്കറിയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നല്ലവരാണെങ്കിൽ നല്ല കൂട്ടുകാരനാണെങ്കിൽ ഖബറാകുന്ന മണ്ണറക്കൂടിന്റെ അകത്തളത്തേക്ക് അവന്റെ രൂപം എത്തുകയാ, നിന്നെ സമാശ്വസിപ്പിക്കുകയാ, സാന്ത്വനപ്പെടുത്തുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുത്തുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ, നല്ലവരെ വഞ്ചിയിൽ സഞ്ചരിച്ചു പോകാൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു പോകാനുള്ള മനസ്സ് വേദിക്കൊണ്ടിരിക്കൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരാ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവാണ് ഏറ്റവും വലിയ ശത്രു. ആ ദുനിയാവ് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ അടിയാറുകളായി നമ്മൾ ജീവിക്കാൻ പാടില്ല. മുൻഗാമികളായ ഒരുപാട് മഹത്തുക്കൾ, ഒരുപാട് പണ്ഡിതർ, ഒരുപാട് സാദാത്യങ്ങൾ, ഒരുപാട് ആരിഫീങ്ങൾ, അവരുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവരെ പരിശോധിച്ചെടുത്ത് നോക്കിയാൽ അവർ ദുനിയാവിനെ ഒരു ഇത്തിരി പോലും വില കൽപ്പിക്കാത്തവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, സിദ്ദീഖ് ഫൈസി ഇവിടെ ഓതി കേൾപ്പിച്ചല്ലോ, ദുനിയാവ് എന്നുള്ളത് 3 ദിവസം. ദുനിയാവ് എന്നുള്ളത് 3 ദിവസമാണ്. യൗമുൻ നംസി, ഇന്നലത്തെ ദിവസം, അത് കഴിഞ്ഞു പോയി. ഇനി നാളെ വരാനുള്ള ദിവസം അത് എത്തിക്കുമോ ഇല്ല എന്ന് നമുക്കറിയില്ല. വയൗമുൻ നന്ദഫി, ഇപ്പോൾ നീയുള്ള ദിവസം, ഫഗ്തനിമുഹു, അതിനെ നീ മുതലെടുത്തു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അത്രേ ഉള്ളൂ ദുനിയാവ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദുനിയാവിന്റെ ശർറിൽ പെടാതെ നല്ലവരായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറ്റൊരു മനോഹരമായ ഹദീസ്, ഇന്ന ദുനിയാ ഹുൽവത്തുൽ ഖളിറാ, ദുനിയാവ് പച്ചപ്പുള്ളതാണ്, ദുനിയാവ് മാധുര്യമുള്ളതാണ്. കാണുമ്പോൾ എന്തോ ഒരു സുഖമാ, എന്തോ ഒരു രസമാ. ദുനിയാവ് എന്നുള്ളത് അങ്ങനെയാണ്. എന്നിട്ടോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടപ്രവാചകൻ പറയുകയാണ്, അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നമ്മെ കണ്ടുകൊണ്ട് അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കൈഫ തഅമലൂ, നിങ്ങൾ ദുനിയാവിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ദുനിയാവിൽ എന്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വ്യക്തമായ ശത്രുവായ ദുനിയാവിനെ നിങ്ങൾ അവിടുന്ന് ആഗ്രഹിക്കല്ലേ, വ്യാമോഹിക്കല്ലേ. ദുനിയാവ് എന്നുള്ളത് അന്തസ്സുള്ളൊരു ദുനിയാവ് ഇല്ല, ഇവിടെ സ്ഥിരവാട്. അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാട്. അവധിയെടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. ഈ ദുനിയാവിനെ നമ്മൾ മോഹിക്കുന്നതോ, ദുനിയാവിന്റെ മേച്ചൽ പുറത്ത് ദുനിയാവിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുന്നതോ നമ്മുടെ പക്കൽ നിന്നുണ്ടാവാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനത്തെ ഒരു ശത്രു ആരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രു നമ്മുടെ സ്വന്തം ശരീരം നമ്മുടെ ശത്രുവാണ്. നമ്മുടെ സ്വന്തം ശരീരം നമ്മുടെ ശത്രു. ആ ശരീരത്തിന്റെ ഇച്ഛക്കുത്ത് തുടരാൻ പാടില്ല. ആ ശരീരം നമ്മൾ പറഞ്ഞതുപോലെ, എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം പറഞ്ഞതുപോലെയല്ല, നമ്മൾ പറഞ്ഞതുപോലെ ശരീരത്തിന് കൽപ്പിക്കണം. ശരീരത്തിന്റെ ഇച്ഛക്കുത്ത് ശരീരം പറഞ്ഞതുപോലെ നമ്മൾ തുടർന്ന് ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ. ശരീരം തിന്മകളെ കൊണ്ട് കൽപ്പിക്കുകയാ, മോശത്തരങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയാ, വേണ്ടാത്തരങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയാ. പൊന്നുമോനെ, ശരീരം പറഞ്ഞതുപോലെ കേൾക്കല്ലടാ. ശരീരം അല്ലാഹുവിന്റെ പള്ളിയുമായി വിട്ടുനിൽക്കാൻ നിന്നോട് കൽപ്പിക്കുകയാ. ആരായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 27 വർഷം വരെ തമ്മാടിത്തരം ചെയ്ത് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധ ജനാസ മരണപ്പെട്ട ഉടനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം പഠിപ്പിക്കുകയാ, ഉമർ ഇബ്നുൽ ഖത്താബിനെ കുളിപ്പിക്കാൻ വേണ്ടി 63 വർഷമായപ്പോ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ ഉമറിന്റെ ജനാസ അവിടുന്ന് കുളിപ്പിക്കാൻ വേണ്ടി എടുത്തപ്പോ കുളിപ്പിക്കുന്ന ആളുകൾ ഉമറിന്റെ പുറം ഭാഗം നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്നല്ല ചെറുപ്പക്കാരണ്ടല്ല, 70 ചില്ലാരം പാടുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുറം ഭാഗത്ത് കാണുമ്പോ ആളുകളൊക്കെ ഞെട്ടുകയാ, അത്ഭുതത്തോടുകൂടെ നോക്കുകയാ. എന്നിട്ടോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അടുത്തറിയുന്ന ആളുകളോട് ചോദിക്കുകയാ, എന്താ ഉമറിനെ മർദ്ദിച്ചതാരാ, ഉമറിനെ ഇടിച്ചതാരാ, ഉമറിനെ അടിച്ചതാരാ, ഉമറിനെ കുറ്റപ്പെടുത്തിയതാരാണെന്ന് ചോദിക്കുമ്പോ ഉമറിനെ അടുത്തറിയുന്ന ആളുകളെ പറയുകയാ, ഉമറിനെ ആരും പിടിച്ചിട്ടില്ല, ഉമറിനെ ആരും പിടിച്ചിട്ടില്ല. ഉമർ തന്റെ ജീവിതത്തിൽ ഒരു തെറ്റുകുറ്റങ്ങൾ വരുമ്പോ അത് ഏത് രേഖപ്പെടുത്തി വെച്ച് എല്ലാ വെള്ളിയാഴ്ച തന്റെ ശരീരത്തിനെ ചാട്ടുവാറുകൊണ്ട് ഇടിച്ചതാ, തന്റെ ശരീരത്തിനെ ചാട്ടുവാറുകൊണ്ട് അടിച്ചതാ. അതിന്റെ പേരിലാണ് ഇത്രയും പാടുകൾ വന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ശരീരം മുഴുവനും അവിടുന്ന് വീർത്തുപോയതെന്ന് പറഞ്ഞു പോയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിനൊത്ത് തുടരല്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, എനിക്കുള്ള പേടി എന്തെന്നറിയോ? ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ എനിക്കുള്ള പേടി എന്തെന്നറിയോ? ഈ സമുദായത്തിന്റെ മുസ്ലിം പെണ്ണ് അന്യവനോടുകൂടെ വിളിച്ചോടിപ്പോകുമെന്ന് ഭയം എനിക്കില്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുമെന്ന് ഭയം എനിക്കില്ല. തമ്മാടികളായി ഈ ദീനിനെ നശിപ്പിക്കുമെന്ന ഭയം എനിക്കില്ല. മറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അവരുടെ ശരീരം പറഞ്ഞതുപോലെ കേട്ട്, അവരുടെ ശരീരം പറഞ്ഞതുപോലെ പ്രവർത്തിച്ച് ജീവിതത്തിൽ അടിഞ്ഞാട്ടങ്ങൾ നടത്തുമ്പോ, ഓപ്രാടിത്തരങ്ങൾ നടത്തുമ്പോ, വേണ്ടാത്തരങ്ങൾ നടത്തുമ്പോ മദീനയിലുള്ള ഞാൻ വേദനിക്കുമല്ലോ. ആ ഭയം മാത്രമാണ് എനിക്കുള്ളത് എന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോ എന്റെ ഭാവിക്കരയിലുള്ള മുസ്ലിമേ, ആ ശരീരത്തിനോട് തുടരില്ലേ. കാരണമെന്ത്? ആ ശരീരത്തിന്റെ ഇച്ഛക്കുത്ത് നീ തുടർന്നു കഴിഞ്ഞു ഈ ദുനിയാവിൽ നിന്ന് മൺമറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം ഋഷിക്കളുടെ ഭക്ഷണമാ. ആ ശരീരം അല്ലാഹുവിന്റെ ദുനിയാവിന്റെ അകത്തളത്തുള്ള അവിടത്തെ കബറാകുന്ന മണ്ണറക്കൂടിൽ നിന്ന് കുത്തിക്കീറുന്ന ജന്തുക്കളുടെ ഭക്ഷണമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഇച്ഛക്കുത്ത് തുടർന്നുകൊണ്ട് ആ ശരീരം
പ്രവാചകൻ പറഞ്ഞതുപോലെ കേൾക്കുമ്പോ അള്ളാന്റെ ദുനിയാവിൽ നീ അള്ളാന്റെ ദീനിനെ കൈവെടിയുകയാ. അള്ളാന്റെ പരിശുദ്ധ ദീന് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് പറഞ്ഞത് അനുസരിക്കാതെ നീ തമ്മാടിത്തരങ്ങളിലൂടെ നീങ്ങുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള 4 മാർഗങ്ങൾ. ഒന്നാമതായി ദുനിയാവിന്റെ ഇച്ഛക്കുത്ത് തുടരില്ലേ. രണ്ടാമതായി ഇബ്ലീസ് എന്ന ശത്രുവിനെ കൈവെടിയമോ. മൂന്നാമതായി നിന്നെ ഏറ്റവും കൂടുതൽ നിന്റെ കൂട്ടുകാരനായി നശിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്ന നിന്റെ കൂട്ടുകാരനെ വന്ന്, മോശപ്പെട്ട കൂട്ടുകാരനെ വന്ന് വിട്ടു നിൽക്കുമോ. നാലാമതായി നിന്റെ ശരീരത്തിൽ തുടരല്ലടാ. എന്റെ ചെറുപ്പക്കാരാ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ ഉമറിനെ പോലെ ജീവിക്കാൻ നിനക്ക് തോന്നുകയാ. ഉമറിനെ പോലെ അല്ലാഹുവിന്റെ ദുനിയാവിൽ നടക്കാൻ നിനക്ക് മനസ്സ് വരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദീനിനെ മുറുകെ പിടിച്ച് ഈ അൽ-ലിസാൻ എന്ന് പറയുന്ന സംഘടന അല്ലാഹുവേ മനോഹരമാണ്. എന്റെ ചെറുപ്പക്കാരാ, ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മ ഈ പരിശുദ്ധ ഈ സംഘടനയിൽ ഉണ്ടാകുമ്പോ അവർ നല്ലവരായതുകൊണ്ടാണ് എന്റെ പൊന്നുമോനെ. ഐക്യത്തിന് വേണ്ടി അള്ളാന്റെ ദുനിയാവിൽ ചിഹ്നിച്ചു തരുന്ന മുസ്ലിം മനസ്സുകൾ ഒരുപാട് മോശത്തരങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടാക്കുമ്പോ, അനർത്ഥങ്ങൾ ഉണ്ടാക്കുമ്പോ, പരസ്പരം മഹല്ലുകളിൽ പ്രക്ഷോഭം ഉണ്ടാക്കുമ്പോ, പള്ളിയുടെ മിമ്പറിന്റെ അകത്തളത്ത് പോലും മിഹ്റാബിന്റെ ഉള്ളറയിൽ പോലും പടിപിടി കൂടുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സംഘടനയ്ക്ക് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി പരസ്പരം രക്തം ചീറ്റിക്കൊണ്ട് വർഗീയ ശക്തികൾക്ക് നമ്മുടെ യുവാക്കൾ ഇന്ന് ഇറയാകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇങ്ങനെയുള്ള ഒരു സംഘടന നമ്മുടെ നാട്ടിന് ആവശ്യമാണ്. നാട്ടിന്റെ ഭദ്രതക്ക് ആവശ്യമാണ്. നാട്ടിന്റെ കൂട്ടുകെട്ടിന് ആവശ്യമാണ്. ഇവിടെ രാഷ്ട്രീയം ഇല്ല എന്ന് സിദ്ദീഖ് വൈദി സൂചിപ്പിച്ചല്ലോ. ഈ സംഘടനയിൽ ഒരു സംഘടനാപക്ഷപാതിത്വമില്ല എന്ന് സൂചിപ്പിച്ചുവല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതിനേറെ പാഞ്ഞു വരുന്ന മോശപ്പെട്ട അമ്പുകൾ നിങ്ങളെ പടന്ന് ഛിദ്രമാക്കി അള്ളാന്റെ പരിശുദ്ധ ദീനുമായി ഈ സംഘടനയിലൂടെ കേവലം ഇതുകൊണ്ട് ലക്ഷ്യം ഒരു ജീവകാരുണ്യ പ്രവർത്തനമാവാതെ, ഒരു പണപ്പിരിവാവാതെ, അള്ളാന്റെ പള്ളിയുമായി ബന്ധപ്പെടുന്ന, അള്ളാന്റെ പരിശുദ്ധ ദഅവത്തുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുന്ന ഒരു യുവതലമുറ ഈ നാട്ടിൽ കാഴ്ചവെക്കാ. എന്റെ പ്രിയപ്പെട്ട അൽ-ലിസാനിന്റെ ചുണക്കുട്ടന്മാരെ തയ്യാറായിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി ആർജവത്തോടുകൂടെ നേതൃത്വം വഹിക്കുന്ന ഈ നാട്ടിലെ ഖതീബ്, എന്റെ പ്രിയപ്പെട്ടവർ, എന്തിനും അദ്ദേഹം സന്നദ്ധനാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ ഇരുത്തി ഞാൻ അത് പറയുകയല്ല. പല നാടുകളിലും ഇങ്ങനെയുള്ള സംഘടന രൂപീകരിച്ച് നാട്ടിന്റെ യുവാക്കളുടെ ആവേശമായി മാറുമ്പോ നിങ്ങൾക്ക് തളരാൻ ഇവിടെ ഒന്നുമില്ല. നിങ്ങൾക്കൊരു നല്ല നേതൃത്വമുണ്ട്, നല്ലൊരു മഹല്ല് കമ്മിറ്റിയുണ്ട്, നല്ലൊരു കാരണവന്മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ചിഹ്നിച്ചു തരുന്ന മനസ്സുകളെ അവിടെ നിന്ന് ചിഹ്നിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്നവര് കാലഘട്ടത്ത് നല്ലവരായി ഒരേ മനസ്സോടുകൂടെ അൽ-ലിസാനിന്റെ പ്രിയപ്പെട്ട യുവാക്കളെ അള്ളാന്റെ ദീനിലേക്ക് മടങ്ങണമെന്ന വസിയത്തോടുകൂടെ പടച്ചവൻ നമ്മുടെ ഈ സദസ്സ് കബൂലാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടി دعاء الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الرحمن يا مالك الملوك يا جل جلاله കാരുണ്യവാനായ കരുണക്കടലായ അല്ലാഹ് സാധുക്കളായ പാവികളായ ദോഷികളായ തെറ്റുകുറ്റങ്ങളുടെ കുമ്പാരങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെ ദോഷങ്ങളെ നീ കരിച്ചു കളയണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ പൂർണ്ണമായ
മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ജ്യേഷ്ഠാനുജന്മാർ, ജ്യേഷ്ഠത്തെ അനുജത്തിമാർ, ഭാര്യ മക്കൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഓരോരുത്തരുടെയും ദോഷങ്ങളെ നീ കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ സർവ്വവിധ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി തരണേ അല്ലാ. മനപ്രയാസങ്ങൾ അകറ്റി തരണേ അല്ലാ, ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം നീ സമ്മാനിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ വിഷമങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ, കടങ്ങളെ തീർത്തു തരണേ അല്ലാ. പടച്ചവനെ പെൺമക്കളെ വിവാഹം കെട്ടിച്ചേക്കാൻ പ്രയാസപ്പെടുന്നവർ, വിവാഹം കഴിച്ചേക്കാൻ ബുദ്ധിമുട്ടുന്നവർ ഈ നാട്ടിലും ഞങ്ങളുടെ കുടുംബത്തിലും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലും ഉണ്ട് റബ്ബേ. അല്ലാഹുവേ അവർക്ക് കുഫുവത്ത് ഇണകളെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഡോക്ടർമാർക്ക് മരുന്ന് പിടുത്തമില്ലാത്ത രോഗം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ആരെയും നീ കടത്തത്തിലാക്കല്ലേ അല്ലാ, ഡയാലിസിസിന് വിധേയമാക്കല്ലേ അല്ലാ, മാരകമായ ക്യാൻസർ എയ്ഡ്സ് തരല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്ക് മരണം വരെ പൂർണ്ണ ആഫിയത്ത് നീ നിലനിർത്തി തരണേ അല്ലാ, ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ കുടുംബത്തെ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾ ദൈനംദിനം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണം തരല്ലേ അല്ലാ. പടച്ചവനെ നിന്റെ പൂർണ്ണമായ ആഫിയത്ത് ഞങ്ങൾക്ക് നീ ഓശാരമായി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്കുള്ള ഇസ്സത്ത് നീ നിലനിർത്തി തരണേ അല്ലാ, അഭിമാനവും അന്തസ്സും മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങളുടെ ഏർപ്പാടുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് തന്നതിനും തരാൻ ഉദ്ദേശിക്കുന്നതിനും ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് ദാരിദ്ര്യം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാ. നിന്റെ ഹലാലായ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ സദസ്സിൽ ഒരുപാട് വയസ്സുള്ള ഉമ്മമാർ, ഒരുപാട് വയസ്സുള്ള ഉപ്പന്മാരുണ്ട്. പടച്ചവനെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഒരുപാട് യുവാക്കൾ ഈ സദസ്സിലുണ്ട് അല്ലാ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കല്ല, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധ അൽ-ഇഹ്സാൻ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മ റബ്ബേ, അവരെ ഏത് ശത്രുക്കൾ വന്നാലും ആ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അങ്ങനെയുള്ള യുവാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അതിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ വിദേശത്താണ് അല്ലാ, അവരുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, അവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നാടിന് തൊട്ടും കുടുംബത്തെ തൊട്ടും അകന്നു നിൽക്കുന്ന മനപ്രയാസങ്ങൾ അകറ്റിക്കൊടുത്ത് വിദേശ രാജ്യത്തുള്ളവരുടെ പ്രാരാബ്ധങ്ങളെ ബുദ്ധിമുട്ടുകളെ നീക്കിക്കൊടുത്ത് സന്തോഷം മാത്രം അവർക്ക് നീ സമ്മാനിക്കണേ അല്ലാ. അവരിൽ കടങ്ങളുള്ളവരുടെ കടങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു ഈ പരിശുദ്ധ പരിപാടിയിൽ ഇവിടെ സംബന്ധിച്ച് യുവാക്കളുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, അവരുടെ ബിസിനസ്സുകളിൽ ഏർപ്പാടുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അൽ-ഇഹ്സാനിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, അവരുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ പരിശുദ്ധ പരിപാടിയുടെ എല്ലാവിധ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിനകം ഒഴിഞ്ഞ് സഹായിച്ചവർ അല്ലാഹുവേ, അവരെ നീ കാണുന്നവനാണ്, അറിയുന്നവനാണ്. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ പരിശുദ്ധ പരിപാടിക്ക് ഇവിടെ സംഭാവന ചെയ്ത നിരവധി പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് അല്ലാ, യുവാക്കളുണ്ട് അല്ലാ. അവരോരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ കാണുന്നവനാണ്. 3000, 2000, 500, 1000 രൂപയടക്കമുള്ള 300 രൂപയടക്കമുള്ള ഓരോരോ നാണയത്തൊട്ടുകളും ഈ പരിശുദ്ധ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തവർ
പടച്ചവനെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അവരുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ മഹല്ലായ ഫضل കൊണ്ട് ഈ പരിശുദ്ധ സംഘടനയ്ക്ക് വേണ്ടി ഉപദേശകരായി നേതൃത്വം വഹിക്കുന്ന ഇവിടുത്തെ പ്രിയങ്കരനായ ഖതീബ് ഉസ്താദ് അല്ലാഹുവേ അദ്ദേഹത്തിനേക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, കടങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ. ദീനിന് വേണ്ടി മരണം വരെ ആർജവത്തോടുകൂടെ ഹക്ക് തുറന്നു പറഞ്ഞാണുള്ള ഭാഗ്യം അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. ഈ സംഘടനയ്ക്ക് വേണ്ടി ദീർഘകാല നേതൃത്വം വഹിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്കുള്ള ഭാര്യ മക്കളെ ഉമ്മപെങ്ങന്മാരെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹത്തായ തരുണീമണികളാക്കണേ അല്ലാ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യവും ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ദീനിനും സമൂഹത്തിനും ഞങ്ങൾക്കും ഉപകരിക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവയുടെ മനോമുഖരത്തുള്ള വിഷമങ്ങളും മനപ്രയാസങ്ങളും അവരുടെ ശാരീരികവും മാനസികവുമാകുന്ന രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. നിങ്ങളെ പഠിച്ച ഇൽമിനെ അഫിയാക്കി തരണേ അല്ലാ. ദീനിനും സമൂഹത്തിനും സമുദായത്തിനും മരണം വരെ നിർദ്ദേശം ഉപദേശം നൽകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നീ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളായി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പടച്ചവനെ അവരെ സ്നേഹിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധ ശത്രുക്കളെ ശറുകളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അവസാനം മരണം ഖൈറാകുന്ന വേളയിൽ കലിമ ചൊല്ലി ഈമാനോടുകൂടെ പുഞ്ചിരിയോടുകൂടെ മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവസാനം മരണം ഖൈറാകുന്ന വേളയിൽ കലിമ ചൊല്ലി ഈമാനോടുകൂടെ ഞങ്ങളെ നീ പുഞ്ചിരിയോടുകൂടെ കൊണ്ടുപോകണേ അല്ലാ. അല്ലാഹു ഈ വേദിയിൽ ഒരുപാട് പണ്ഡിത മഹത്തുക്കളുണ്ട് അല്ലാ. ഇവിടുത്തെ മദ്രസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നവർ, അല്ലാഹുവേ തൊട്ടടുത്ത മഹലിൽ നേതൃത്വം നൽകുന്നവർ, പഠിച്ചവനെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ, അവരുടെ ഭാര്യ മക്കളെ സ്വാലിഹത്താക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു കിടക്കുന്ന ഒരുപാട് കുടുംബ സന്താദികൾ, വിശേഷ പള്ളിക്കാട്ടിൽ മൺമറഞ്ഞു കിടക്കുന്നവർ, അവരുടെ മണ്ണറയെ നീ മണിയറയാക്കണേ അല്ലാ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, അവരുടെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗലോകത്തെ വരെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. പടച്ചവനെ പ്രത്യേകിച്ചും ഈ പരിശുദ്ധ പരിപാടിക്ക് വേണ്ടി മനോഹരമായ രീതിയിൽ ഭംഗിയായ രീതിയിൽ ഇവിടെ സൗണ്ട്സ് ഓപ്പറേറ്റ് ചെയ്തു തന്ന പ്രിയപ്പെട്ട ഡിയർ സൗണ്ട്സിന്റെ മൊയ്തു എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഓപ്പറേറ്റർ, പഠിച്ചവനെ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. പഠിച്ചവനെ പ്രത്യേകിച്ചും ഈ നാട്ടിന് അഭിമാന്യമായി എഴുത്തിലൂടെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്ന് പറയുന്ന സഹോദരൻ, പഠിച്ചവനെ ആ ഹിമ്മത്ത് മരണം വരെ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ഈ നാട്ടിന്റെ ആവേശമായി മാറിയ ചെറുപ്പക്കാരൻ ആരോഗ്യം നൽകണേ അല്ലാ. പല പണ്ഡിതന്മാരെയും സമൂഹത്തിന് പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് ദീർഘായുസ് നൽകണേ അല്ലാ. ആ എഴുത്തിന്റെ തിളക്കം മരണം വരെ നീ നൽകണേ അല്ലാ. പഠിച്ചവനെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ചും ഈ പരിപാടിക്കുന്ന ലൈവ് നൽകിയ പിതാലൈവിന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ അദ്ദേഹത്തിനേക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. മനോഹരമായി നല്ല ക്ലിയറിറ്റിയോടുകൂടെ അദ്ദേഹം നൽകുന്ന ഈ ലൈവ് ലോകം മുഴുവനും കാണാനുള്ള തൗഫീഖ് ഒരുക്കി കൊടുക്കുന്ന അദ്ദേഹത്തിന്റെ പഠിച്ചവനെ നിന്റെ ലിഖാ നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ തൊഴിലിലും ഭാര്യ മക്കളിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഇരിക്കും എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിനും ഭാര്യ മക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ദുആ ചെയ്യുന്ന വസിയത്തോടുകൂടെ എല്ലാവരും ഇൻഷാ അല്ലാഹ് മുസാഫഹത്ത് ചെയ്ത് പിരിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്വല്ലല്ലാഹു എല്ലാവരും മുസാഫ ചെയ്യൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه